ഹലോ നമസ്കാരം. ചന്ദ്രകണ്ഠ ടാരോട്ട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടും സ്വസ്ഥമായിട്ടിരിക്കുകയാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്ന് നമ്മൾ ഒരു പിക്കാച്ചാം റീഡിംഗ് ആണ് ചെയ്യുന്നത്. ഇന്നത്തെ റീഡിങ്ങിൻ്റെ വിഷയം എന്ന് പറയുന്നത് 2025 രണ്ടാം പകുതിയിൽ നിങ്ങളുടെ പ്രണയ ജീവിതം എങ്ങനെയാകും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാനായിട്ട് 3 ഗ്രൂപ്പുകളാണുള്ളത്. 3 ഗ്രൂപ്പിൻ്റെയും ടൈം സ്റ്റാമ്പ്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ഇതാണ് ഗ്രൂപ്പ് 1ൻ്റെ ചാം, ഇതാണ് ഗ്രൂപ്പ് 2ൻ്റെ ചാം, ഇത് ഗ്രൂപ്പ് 3യുടെ ചാം. ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് തിരഞ്ഞെടുക്കുക. ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ആ 2 ഗ്രൂപ്പിലെയും മെസ്സേജസ് മുഴുവനായി കേട്ടതിന് ശേഷം നിങ്ങളുടെ കറണ്ട് എനർജിയുമായി കണക്ട് ചെയ്യുന്ന നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി റെസനേറ്റ് ചെയ്യുന്ന സന്ദേശങ്ങളും മാർഗ്ഗനിർദ്ദേശങ്ങളും മാത്രം സ്വീകരിക്കാം. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണെന്ന് എപ്പോഴും ഓർക്കണം. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഗ്രൂപ്പ് 1ൻ്റെ റീഡിങ്ങിലേക്ക് കടക്കാണ്. നിങ്ങളിവിടെ വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് ഇൻറ്റ്യൂട്ടീവ്ലി തിരഞ്ഞെടുക്കുക. ഹലോ നമസ്കാരം ഗ്രൂപ്പ് 1. അപ്പോൾ നിങ്ങൾ ഈ ഒരു ചാമാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. നിങ്ങളുടെ 2025 രണ്ടാം പകുതിയിൽ നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഇപ്പോൾ നോക്കാം. ഓക്കെ, ഓക്കെ, അപ്പോൾ അണ്ടർലൈങ് എനർജി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നൈറ്റ് ഓഫ് വാൻസ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു എന്താ കാണുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡബിൾ കാർഡും 4 ഓഫ് വാൻസ് ആണ് കിട്ടിയിരിക്കണേ. അപ്പോൾ നിങ്ങളിപ്പോൾ ഓൾറെഡി റിലേഷൻഷിപ്പിലാണെങ്കിലും അല്ല ഒരു നിങ്ങൾ സിംഗിൾ ആയിട്ടുള്ള വ്യക്തിയാണെങ്കിലും ഒന്ന് നിങ്ങൾ കരുതിയിരിക്കുക. ഓക്കെ, പ്രത്യേകിച്ച് റിലേഷൻഷിപ്പിലായിട്ടുള്ളവർ നിങ്ങളുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഒരു സാധ്യത കാണുന്നുണ്ട്. അത് ഈ പറയുന്ന പോലെ ക്ഷമയോടെ നിങ്ങൾ കാര്യങ്ങൾ എന്താ പറയുക ഡീൽ ചെയ്യേണ്ട ഒരു സമയമാണ്. പരസ്പരം നിങ്ങൾ പങ്കാളികൾ തമ്മിൽ നല്ല ക്ഷമയോടെ വേണം അങ്ങോട്ടും ഇങ്ങോട്ടും പെരുമാറുന്നതിനും സംസാരിക്കുമ്പോഴും ഒക്കെ. കാരണം അവിടെ ആ ഒരു ഡിസ്റപ്ഷൻ എനർജി നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പം അനാവശ്യമായിട്ട് കാട് കയറി ചിന്തിക്കുക, പിന്നെ അതിൽ നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാകുക, വഴക്കുണ്ടാകുക, അങ്ങനത്തെ ഒരു എനർജി കിട്ടുന്നുണ്ട്. അപ്പം അതൊന്ന് ശ്രദ്ധിക്കാൻ പറയുന്നത്. അപ്പോൾ വളരെയധികം ഒന്ന് പ്രത്യേകിച്ച് ഈ ഇതിൽ ഫെമിനിൻ എനർജി ആർക്കാണുള്ളത് അവർ വളരെ ഒരു ഗ്രൗണ്ടഡ് ആയി വളരെ മെച്ചുവർ ആയിട്ട് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് എന്താ പറയണ്ടേ പെരുമാറാനായിട്ട് പറയുന്നു. മെസ്കുലിൻ എനർജി ഉള്ളവർ, ഞാൻ ജെൻഡർ അല്ല പറയണേ, എനർജിയാണ് പറയണേ. മെസ്കുലിൻ എനർജി ഉള്ള ആള് വളരെ കോൺഫിഡൻറ്റോടെ, ഓക്കെ, വളരെ ഒരു എന്താ പറയുക ഒരു കോൺഫിഡൻറ്റോടെ വേണം ആ റിലേഷൻഷിപ്പിലായിരിക്കാനായിട്ട്. പിന്നെ കുറച്ചുകൂടെ സീരിയസ് ആകണം എന്ന് കൂടെ പറയുന്നുണ്ട്. പ്ലേഫുൾ എനർജിയാണ് മെസ്കുലിൻ എനർജി ഉള്ള വ്യക്തി ആരാണോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ, അവർക്ക് ഒരു പ്ലേഫുൾ എനർജി കൂടുതൽ ഉണ്ടാകാൻ, ഒരു കുട്ടികളി കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, റിലേഷൻഷിപ്പിൽ പ്രത്യേകിച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ അത് അതേ സീരിയസ്നെസ്സോട് കൂടെ അതിൽ വേണ്ടുന്ന ഒരു മെച്യൂരിറ്റിയോടെ വേണം ആ കാര്യങ്ങളൊക്കെ എന്താ പറയുക അതിൽ ഫേസ് ചെയ്യാനും അതിന് വേണ്ടുന്ന തീരുമാനങ്ങൾ എടുക്കാനും എല്ലാം. ഓക്കെ, അത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നാണ് എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ ഈ നൈറ്റ് ഓഫ് വാൻസ് ആണ് അണ്ടർലൈങ് എനർജി. അതായത് ധൃതി വെച്ച് മുന്നും പിന്നും നോക്കാതെയുള്ള പെരുമാറ്റങ്ങൾ, മുന്നും പിന്നും നോക്കാതെയുള്ള എന്താ പറയുക തീരുമാനങ്ങൾ എടുക്കുക ഈ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട്, അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. കൃത്യമായിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ക്ഷമയോടെ വേണം നിങ്ങൾ ഇപ്പം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുകയാണെങ്കിൽ തന്നെ നല്ല ക്ഷമയോടെ നിങ്ങൾ പരസ്പരം എന്താ പറയുക നല്ല രീതിയിൽ സംസാരിച്ച് ആ കാര്യത്തിന് പരിഹാരം കണ്ടെത്തുക. ഓക്കെ, ഈഗോ വരാനും അതുപോലെ തന്നെ ഈ ഓവർ തിങ്കിങ് കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാനും ഒക്കെ ഒരു സാധ്യത കാണുന്നു. നിങ്ങൾ പ്രത്യേകം കരുതിയിരിക്കുക. അത് നിങ്ങളോട് എടുത്തു പറയുന്നുണ്ട്. പിന്നെ മറ്റൊരു ഇത് കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഉള്ളിലുള്ള അൺഹെൽത്തി, അതായത് ട്രോമാസ്, റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട ട്രോമാസ്, അതുപോലെ തന്നെ അൺഹെൽത്തി ബിഹേവിയർ പാറ്റേൺ, മൈൻഡ് സെറ്റ്, പിന്നെ വൂൺസ്, പാസ്റ്റ് റിലേഷൻഷിപ്പിൽ നിന്നുണ്ടായിട്ടുള്ള വൂൺസ്, ഇതെല്ലാം ട്രിഗേർഡ് ആകുന്നതും
അത് നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയിച്ചു തരുന്ന ഒരു സമയം കൂടിയാണ് ഈ 2025 രണ്ടാം പകുതി. അപ്പൊ അതങ്ങനെ തിരിച്ചറിയുമ്പോൾ അത് റിലീസ് ചെയ്യുക, അത് ഹീൽ ചെയ്യാനുള്ള നടപടികളാണ് നിങ്ങൾ നോക്കേണ്ടത്. അല്ലാതെ അതിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കരുത്, അതിനെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കരുത്. അത് കാണിച്ചു തരുന്നത് എന്തിനാന്ന് വെച്ചാൽ നിങ്ങളുടെ ഇപ്പോൾ ഉള്ള റിലേഷൻഷിപ്പിനെ കുറച്ചും കൂടി ദൃഢമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്കും ഈ പറഞ്ഞ പോലെ നിങ്ങൾ അർഹിക്കുന്ന രീതിയിലുള്ള ഒരു നല്ലൊരു ജീവിതം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, അങ്ങനെ നിങ്ങൾ ട്രിഗേർഡ് ആകുമ്പോൾ നിങ്ങളുടെ ആ ഒരു ട്രോമ അല്ലെങ്കിൽ ആ വൂണ്ട്, ഒരു അൺഹെൽതി ബിഹേവിയർ പാറ്റേൺ, മൈൻഡ് സെറ്റ്, അത് നിങ്ങൾ തിരിച്ചറിയുമ്പോൾ അതിനെ റിലീസ് ചെയ്യുന്നതിനും ഹീൽ ചെയ്യുന്നതിനും വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാൻ യൂണിവേഴ്സ് പ്രത്യേകം പറയുന്നു. ഇനി നിങ്ങൾ സിംഗിൾ ആയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ ഒരു അട്രാക്ഷൻ, മിയർ അട്രാക്ഷന്റെ പുറത്ത്, ഫിസിക്കൽ അട്രാക്ഷന്റെ പുറത്ത് ഒരാളുമായിട്ട് ഒരു റിലേഷൻഷിപ്പിൽ ആകാതിരിക്കുക. ഓക്കെ, ഒരു സാധ്യത കാണുന്നുണ്ട്. ഒരു വളരെ ഒരു പ്ലേഫുൾ എനർജി, ഭയങ്കര ചാമിങ് ആയിട്ടുള്ള ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ, ഇപ്പൊ ഇതൊരു മെയിൽ ആണെങ്കിൽ, മെയിൽ പേഴ്സൺ ആണെങ്കിൽ പറഞ്ഞ പോലെ കാണാൻ വളരെ സുന്ദരനായിരിക്കും, പിന്നെ സംസാരിച്ച് മയക്കെടുക്കാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് പേഴ്സൺ ആയിരിക്കും. വളരെയധികം ഫ്ലേർട്ട് ചെയ്യുന്ന ഒരു എനർജി കിട്ടുന്നുണ്ട് നിങ്ങളുടെ അടുത്ത് പ്രത്യേകിച്ച്. അപ്പോൾ നിങ്ങളുടെ വീക്ക്നെസ് മനസ്സിലാക്കി അത് കൃത്യമായി യൂസ് ചെയ്യുന്ന ഒരാളായിട്ട് കാണുന്നു. അത് നിങ്ങളൊന്ന് കരുതിയിരിക്കണം. അതിലേക്കല്ല നിങ്ങളുടെ ഫോക്കസ് പോകേണ്ടത്. അത്തരത്തിലുള്ള ഒരാൾ വരുമ്പോൾ കഴിവതും അവരിൽ നിന്ന് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക. അതൊരു ഹെൽത്തി കണക്ഷൻ അല്ല. ഓക്കെ, നിങ്ങളോട് പിന്നെ ഇനി ഇതൊരു ഫീമെയിൽ ആണെങ്കിൽ പറയുന്നത് എന്താ വെച്ചാൽ ഇതുപോലെ അട്രാക്റ്റീവ് ആയിരിക്കും. പിന്നെ അവരുടെ ആ ഒരു വളരെ ഒരു ബോൾഡ്, ഔട്ട് ഗോയിങ് ആയിട്ടുള്ള ക്യാരക്ടറാണ് ആയിരിക്കുക. വളരെ ടോക്കറ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും. അപ്പൊ അതിൽ പെട്ടെന്ന് നിങ്ങൾ ഒരു ആകൃഷ്ടരാകാനും അവരെ പെർസ്യൂ ചെയ്യാനും അല്ലെങ്കിൽ അവരുടെ റിലേഷൻഷിപ്പിലാകാനും നിങ്ങൾക്ക് ഒരു വല്ലാത്തൊരു പ്രവണത ഉണ്ടാകും. അത് പക്ഷെ നിങ്ങൾക്ക് നല്ലതായിരിക്കില്ല. നിങ്ങൾ കമ്പാറ്റബിൾ അല്ല എന്നാണ് കാണുന്നത്. ഓക്കെ, അപ്പൊ ധൃതി വെച്ച് തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക. പ്രണയ ജീവിതവുമായി ബന്ധപ്പെട്ട്, വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ട് ഒരു കാര്യവും ധൃതി വെച്ച് ഒരു ഇമോഷൻസിന്റെ പുറത്ത് മുന്നും പിന്നെ നോക്കാതെയുള്ള തീരുമാനങ്ങൾ, വർത്താനങ്ങൾ, നടപടികൾ, ആക്ഷൻസ്, ഇതൊന്നും നിങ്ങൾ ചെയ്യാതിരിക്കുക. ഓക്കെ, പിന്നെ നമുക്കത് വീണ്ടും നമ്മൾ കാർഡ്സ് എടുത്തിട്ടുണ്ട്. 10 ഓഫ് വീൽസ്, അതായത് 10 ഓഫ് പെൻറ്റക്കിൾസ്, 3 ഓഫ് വൺസ്, 8 ഓഫ് പെൻറ്റക്കിൾസ്, പിന്നെ 10 ഓഫ് കപ്സ് ആണ് അണ്ടർലൈങ് എനർജി. അപ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു പാർട്ട്ണർ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരാൻ ഈ 2025 രണ്ടാം പകുതിയിൽ വളരെയധികം സാധ്യതയുണ്ട്. പ്രൊവൈഡഡ് നിങ്ങൾ വളരെ ഹെൽത്തി ആയിട്ട് നിങ്ങളുടെ ഈ ഒരു പാർട്ട്ണറിനെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ മാത്രം. ഓക്കെ, നിങ്ങൾ അതിനായിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഹീൽ ചെയ്യേണ്ടതൊക്കെ ഹീൽ ചെയ്യുന്നു. നിങ്ങൾ എടുക്കേണ്ട ആക്ഷൻസ് ഉണ്ട്. നിങ്ങൾക്കറിയാം നിങ്ങൾ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത് എന്നുള്ളത്. ഓക്കെ, ഇവിടെ അത് വളരെ വ്യക്തമാണ്. നിങ്ങൾ അവെയർ ആണ് നിങ്ങളിൽ എന്തൊക്കെ മാറ്റം വരുത്തണം എന്നുള്ളത്. അത് കൃത്യമായി നിങ്ങൾ ഫോളോ ചെയ്യുക, കൃത്യമായി നിങ്ങൾ അത് ചെയ്യുക. അതിലൊരു വീഴ്ച വരുത്താതെ, ഒരു മടി കൂടാതെ കാര്യങ്ങൾ ചെയ്യുക, മാനിഫെസ്റ്റ് ചെയ്യാം. അങ്ങനെ ചെയ്യുന്നവരാണ് എങ്കിൽ നിങ്ങൾ എന്താണോ റിലേഷൻഷിപ്പിൽ ആഗ്രഹിക്കുന്നത്, ഇപ്പൊ സിംഗിൾ ആണെങ്കിൽ നിങ്ങൾ ആ ഒരു ലോങ് ടേം കമ്മിറ്റ്മെന്റിന് നിങ്ങൾക്ക് ഡിസേർവിംഗ് ആയിട്ടുള്ള പങ്കാളിയാണ് നിങ്ങൾ നോക്കുന്നത് എങ്കിൽ ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതായിട്ട് കാണുന്നു ഈ 2025 രണ്ടാം പകുതിയിൽ. ഇനി നിങ്ങൾ ഓൾറെഡി റിലേഷൻഷിപ്പിലുള്ള ഒരാളാണ് എങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് ഹയർ ലെവൽ കമ്മിറ്റ്മെന്റിലേക്ക് പോകുന്നതായിട്ട് കാണുന്നു. ഈ പറഞ്ഞ പോലെ നിങ്ങൾ അത് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ അതിനായിട്ട് കൃത്യമായി ആക്ഷൻസ് എടുത്ത് വളരെ കൺസിസ്റ്റന്റ് ആയി ഡെഡിക്കേറ്റ് ചെയ്ത് നിങ്ങൾ അതിനുവേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ ആ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും ഈ 2025 രണ്ടാം പകുതിയിൽ. ഓക്കെ, കൂടുതൽ സ്റ്റെബിലിറ്റി, സെക്യൂരിറ്റി റിലേഷൻഷിപ്പിൽ വരുന്നത് നിങ്ങളുടെയും നിങ്ങളുടെ പങ്കാളിയുടെ ഇടയിലുള്ള ബോണ്ട് വളരെ സ്ട്രോങ് ആവുന്നതായിട്ട് കാണുന്നുണ്ട്. ആ കണക്ഷൻ വളരെ സ്ട്രോങ് ആവുന്നതായിട്ട് കാണുന്നു. അത് വിവാഹിക ജീവിതത്തിലാണെങ്കിൽ ഈ പറഞ്ഞ കാര്യം ബാധകമാണ്. ഓക്കെ, കൂടുതൽ ഒരു സന്തോഷം നിറഞ്ഞ ഒരു സമയം കാണുന്നുണ്ട്. എന്നാൽ ഒരു ചാലഞ്ച് പോലെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, അതൊരു പ്രത്യേകം നിങ്ങളോട് അടുത്ത് പറയുന്നുണ്ട്.
നിങ്ങൾ എന്ത് മാനിഫെസ്റ്റ് ചെയ്ത് എന്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു അതെന്തായാലും നടക്കും കേട്ടോ. അതിനൊരു സാധ്യത വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യണമെന്നുണ്ട്, നിങ്ങൾ അതിന്റെ ആക്ഷൻസ് എടുക്കേണ്ടത് എന്തൊക്കെയാണെന്ന് കൃത്യമായി അറിയാമെങ്കിൽ നിങ്ങൾ അതിനായിട്ട് പരിശ്രമിക്കാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഈ 2025 രണ്ടാം പകുതിയിൽ നിങ്ങളുടെ പ്രണയ ജീവിതത്തിന് യൂണിവേഴ്സ് നൽകാൻ ആഗ്രഹിക്കുന്ന ഗൈഡൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. എനിക്കറിയില്ല, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ശബ്ദം ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നുണ്ടെങ്കിൽ എൻ്റെ തൊട്ട് വീട്ടിൽ ഒരു പണി നടക്കുന്നുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ചെയ്യാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് നടക്കില്ല. വേറൊരു സ്പേസും ഇല്ല എനിക്ക് റീഡ് ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ്. അപ്പം ആ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക. ഓക്കെ. ഓക്കെ, നമുക്ക് അണ്ടർലൈങ് എനർജി വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. അപ്പോൾ ഈ നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ പ്രത്യേകിച്ച് നിങ്ങൾ സിംഗിൾ ആയിട്ടാണെങ്കിൽ, ഈ അഡ്വൈസ് കൂടുതലും സിംഗിൾ ആയിട്ടുള്ള ആളുകൾക്കാണ് കേട്ടോ എനിക്ക് കിട്ടുന്നത്. പ്രത്യേകിച്ച് ഒരു ബ്രേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ, ഓക്കെ, ഒരു സെപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്ന ഒരാളാണെങ്കിൽ, നിങ്ങൾക്കാണ് പ്രത്യേകം, നിങ്ങളോടാണ് പ്രത്യേകം യൂണിവേഴ്സിന് പറയാനുള്ളത്. ബാക്കിയുള്ളവർക്ക് അവരുടെ ഓൾറെഡി ആ ഗൈഡൻസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, നിങ്ങൾ റിലേഷൻഷിപ്പിലാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ക്ഷമയോടെ വേണം നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ട്. പ്രത്യേകിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ക്ഷമയോടെ സംയമനത്തോടെ അതിനെ സമീപിക്കുക. ഓക്കെ, അതാണ് നിങ്ങൾക്കുള്ള മെയിൻ ഗൈഡൻസ്. ഇവിടെ സിംഗിൾ ആയിട്ടുള്ള, പ്രത്യേകിച്ച് ബ്രേക്കപ്പ് ഒക്കെ കഴിഞ്ഞിരിക്കുന്ന, സെപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്ന ആളുകളോട് എന്താ യൂണിവേഴ്സ് പറയണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ എന്താ പറയാ, കോഡിപെൻഡൻസി നിങ്ങളിൽ കാണുന്നു, അട്രാക്റ്റ് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് അതുണ്ട്. അതായത് ഒരാളില്ലാതെ ലൈഫിൽ ഹാപ്പിനെസ് ഇല്ല, ഒരു പങ്കാളി ഇല്ലാതെ ലൈഫിൽ സന്തോഷമില്ല, സുഖമില്ല, ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനത്തെ ഒക്കെ ഒരു ചിന്തയുണ്ടല്ലോ. ഒരു കാര്യവും ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല, ആരെങ്കിലും എപ്പോഴും എന്തിനും വേണം. അതാണ് ഈ കോഡിപെൻഡൻസി എന്ന് പറയുന്നത്. അപ്പൊ അത് നിങ്ങൾ റിലീസ് ചെയ്യാം. ഈ 2025 രണ്ടാം പകുതി എന്ന് പറയുന്നത് നിങ്ങളുടെ കഴിഞ്ഞു പോയ റിലേഷൻഷിപ്പ്, പ്രത്യേകിച്ച് നിങ്ങൾ ബ്രേക്കപ്പ് ആയിട്ടുള്ള, സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ കഴിഞ്ഞു പോയ റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ട്രോമാസ്, വൂൺസ്, അത് റിലീസ് ചെയ്യേണ്ടതായിട്ടുള്ള സമയമാണ്. ഓക്കെ, മാത്രമല്ല ആ കഴിഞ്ഞു പോയ കാലഘട്ടത്തിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരേണ്ട സമയമാണ്. അത് കഴിഞ്ഞു പോയൊരു കണക്ഷനാണ്. ഇനിയും അതിനെക്കുറിച്ച് ആലോചിച്ച് അതിന്റെ ആ ഒരു റിലേഷൻഷിപ്പ് വർക്കൗട്ട് ആയില്ല എന്ന് വിചാരിച്ച് ഭാവിയിൽ മുന്നോട്ട് പോകാനും നിങ്ങൾക്ക് അർഹിക്കുന്ന ഒരു എന്താ പറയാ, നിങ്ങൾക്കെല്ലാം കൂടി പെർഫെക്റ്റ് ആയിട്ടുള്ള ജീവിത പങ്കാളിയെ കണ്ടെത്തുന്നതിന്, മാനിഫെസ്റ്റ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് ഒരു ഭയമുണ്ട് എങ്കിൽ അത് നിങ്ങൾ മാറ്റിയെടുക്കേണ്ട സമയമാണ്. ഈ 2025 രണ്ടാം പകുതിയിൽ നിങ്ങൾ ആ പാസ്റ്റിൽ നിന്ന് കംപ്ലീറ്റ്ലി മൂവ് ഓൺ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, കാരണം നിങ്ങൾക്ക് ഡിസേർവ് ചെയ്യുന്ന ഒരാളപ്പുറത്തുണ്ട്, നിങ്ങൾക്ക് ഡിസേർവ് ചെയ്യുന്ന ഒരു പങ്കാളി അപ്പുറത്തുണ്ട്. അവരിലേക്ക് എത്തണ്ടേ? നിങ്ങൾക്ക് ഇപ്പോൾ കുറച്ച് തെറ്റിദ്ധാരണകളുണ്ട്. അതായത് നിങ്ങളുടെ അനുഭവം കൊണ്ടാണ്, അതായത് ഈ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ പ്രണയം എന്ന് പറയുന്നതിൽ ഒരു വിശ്വാസക്കുറവൊക്കെ നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. പക്ഷെ അതല്ല സത്യം എന്ന് നിങ്ങൾക്ക് യൂണിവേഴ്സിന് മനസ്സിലാക്കി തരണം. അതിന് പക്ഷെ നിങ്ങളുടെ ഭാഗത്തുനിന്നും എഫേർട്ട് എടുക്കണം. യൂണിവേഴ്സ് അവിടെ നിങ്ങൾക്ക് അർഹിക്കുന്ന, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങളെ ട്രീറ്റ് ചെയ്യുകയും നിങ്ങളെ സ്നേഹിക്കുകയും കെയർ ചെയ്യുകയും ചെയ്യുന്ന, നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പ് പ്രൊവൈഡ് ചെയ്യാൻ പ്രാപ്തിയുള്ള ഒരാൾ അപ്പുറത്തുണ്ട്. ആ ഹയർ ലെവൽ കമ്മിറ്റ്മെന്റ് ആണ് ഇവിടെ 2 ഓഫ് കപ്സും 10 ഓഫ് പെന്റക്കിൾസും കൊണ്ട് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. ഓക്കെ, അത്രയും ഒരു സ്ട്രോങ്, ലോങ് ടേം, സ്റ്റേബിൾ, സെക്യൂർ, ഹയർ ലെവൽ കമ്മിറ്റ്മെന്റ് തരാൻ ഒരാളപ്പുറത്ത് വെയിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങളോട് പറയുന്നത് ഈ ഒരു സമയം കറക്റ്റ് ടൈമാണ്. 2025 രണ്ടാം പകുതി എന്ന് പറയുന്നത് ഹീൽ ചെയ്യാൻ നിങ്ങൾക്ക് ഏറ്റവും നല്ല സമയമാണ്.
ഇനി നിങ്ങൾ സിംഗിൾ ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണെന്ന് വിചാരിക്കുക, അതായത് മുന്നേ റിലേഷൻഷിപ്പ് ഒന്നും ഉണ്ടാവാത്തൊരു വ്യക്തിയാണ്, അപ്പോഴും നിങ്ങളിൽ ആ ഒരു കോഡിപ്പെൻഡൻസി ഉണ്ട് എങ്കിൽ നിങ്ങൾ അത് റിലീസ് ചെയ്യണം. ഓക്കെ, ഇപ്പൊ ഒറ്റയ്ക്കാണ്, ബോറടിക്കുന്നു, ഒരു സുഖമില്ല, ആരെങ്കിലും ഒരു ബോയ് ഫ്രണ്ടോ ഗേൾ ഫ്രണ്ടോ ഉണ്ടെങ്കിൽ എന്ത് സുഖമാണ്, അല്ലെങ്കിൽ ഒരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ എന്ത് സുഖമാണ്. നിങ്ങളുടെ ലൈഫിലെ സന്തോഷം നിങ്ങളുടെ കൂടെ ആയിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് ആസ്വദിക്കാനും ആ സന്തോഷവും സുഖവും ആനന്ദമൊക്കെ കണ്ടെത്താൻ നിങ്ങൾക്ക് പറ്റണം. ഓക്കെ, അപ്പോഴാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരാളെയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്നേഹം, നിങ്ങളുടെ പങ്കാളിയിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സ്നേഹം ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് നൽകണം. അപ്പോഴാണ് ആ ഒരു സ്നേഹവും കരുതലൊക്കെ നിങ്ങൾക്ക് തന്നെ നൽകണം. അപ്പോഴാണ് നിങ്ങൾ അതുപോലെ സ്നേഹിക്കുന്ന ഒരാൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുള്ളൂ. ശ്രദ്ധിച്ചാൽ മതി, പ്രത്യേകിച്ച് നമ്മുടെ ഈ റിലേഷൻഷിപ്പിന്റെ ഒക്കെ ഒരു പാറ്റേൺ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങളുടെ ഉള്ളിലുള്ള ചില ഇൻസെക്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ, അത് ഹീൽഡ് അല്ലെങ്കിൽ ആ കാര്യങ്ങൾ തന്നെ നിങ്ങളിൽ ഫോക്കസ് ചെയ്യുന്ന, ആ കാര്യങ്ങളെ വീണ്ടും വീണ്ടും ചൂണ്ടിക്കാണിക്കുന്ന, അതിനെ ട്രിഗർ ചെയ്യുന്ന ഒരാളായിരിക്കും നിങ്ങളുടെ ലൈഫിലേക്ക് വരിക. എന്താ വെച്ചാൽ നിങ്ങളത് ഹീൽ ചെയ്തിട്ടില്ല. അപ്പൊ നിങ്ങളുടെ ഫോക്കസ് എന്ന് പറയുന്നത് ആ കാര്യങ്ങൾ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്നെ കാണാൻ ഭംഗിയില്ല എന്ന ഒരു തോന്നലുള്ള ഒരാളാണെന്ന് വിചാരിക്കും. ഒരു വ്യക്തി ഇങ്ങനെ പറയാണ് എന്നെ കാണാൻ ഭംഗിയില്ല എന്ന് പറഞ്ഞോളൂ, അവരുടെ ഉള്ളിൽ അതാണ് എപ്പോഴും. ഓക്കെ, എനിക്ക് അധികം സാമർത്ഥ്യമില്ല, എന്നെ കാണാൻ ഭംഗിയില്ലാത്തതാണ്, ഞാൻ ഒട്ടും എല്ലാവർക്കും എന്നെ അട്രാക്ഷൻ തോന്നുന്ന ഒരാളാണ്, അങ്ങനത്തെ ഒരു ചിന്തയുള്ള ഒരാളാണെന്ന് വിചാരിക്കുക. അവരത് ഹീൽ ചെയ്യാതെ ഒരു റിലേഷൻഷിപ്പിലേക്ക് കടന്നു എന്ന് വിചാരിക്കും. അവരുടെ പാർട്ട്ണർ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക, നിന്നെ കാണാൻ ഇപ്പൊ എന്തിട്ട് ഇത്ര ഭംഗിയുള്ള, അല്ലെങ്കിൽ നിനക്ക് എന്നിട്ട് സാമർത്ഥ്യമുള്ള, അതായത് നമ്മുടെ ഉള്ളിലത്തുള്ള ആ ഒരു ഒരു ഇൻസെക്യൂരിറ്റീനെ അത് കൂടുതൽ അവര് ട്രിഗർ ചെയ്തുകൊണ്ടേയിരിക്കും. കാരണം അത് അവിടെ ഹീലായാലേ ആ റൈറ്റ് പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരുള്ളൂ. മനസ്സിലായോ? അപ്പോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെങ്ങനെ കാണുന്നു എന്നുള്ളത് തന്നെയാണ്, നമ്മളെ എങ്ങനെ കാണുന്നു അതുപോലെയാണ് നമ്മുടെ പാർട്ട്ണർ ആയിക്കോട്ടെ, നമ്മുടെ ചുറ്റുമുള്ളവർ നമ്മളെ കാണുന്നത്. നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങളെ കാണാൻ ഒരു അട്രാക്ഷൻ ഇല്ല എന്ന് തോന്നിയാൽ ചുറ്റുമുള്ളവർക്ക് അങ്ങനെ തന്നെയാണ് തോന്നുക. പക്ഷെ നിങ്ങൾ എന്ന് ചിന്തിക്കുന്നത് എന്നെ കാണാൻ ഞാൻ അട്രാക്റ്റീവാണ്, എനിക്ക് എൻ്റെതായ ഒരു സൗന്ദര്യമുണ്ട്, ഞാനൊരു നല്ല വ്യക്തിയാണ്, അങ്ങനെ നിങ്ങളെക്കുറിച്ച് പോസിറ്റീവായി പറഞ്ഞ് പോസിറ്റീവായി അഫേം ചെയ്ത് അത് നിങ്ങൾ എത്രത്തോളം പോസിറ്റീവായിട്ട് ഉള്ള കാര്യങ്ങൾ നിങ്ങൾ ബിലീവ് ചെയ്യുന്നു, എത്ര ശക്തമായി നിങ്ങൾ വിശ്വസിക്കുന്നു, അതുപോലെ തന്നെ നിങ്ങളുടെ ചുറ്റുമുള്ളവരും നിങ്ങളുടെ പങ്കാളിയും വിശ്വസിച്ചു തുടങ്ങും. അവരുടെ കാഴ്ചപ്പാടിലും ആ ഒരു ചേഞ്ച് വരും. ഓക്കെ, നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ നിങ്ങൾ തന്നെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് പറയുന്നത് സത്യമാണ്. ഇതുപോലെയാണ് ഓരോ കാര്യങ്ങളും. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി സിംഗിൾ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ഈ പറഞ്ഞ പോലെ സെൽഫ് ലവ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തേ പറ്റുള്ളൂ. അത് പ്രാക്ടീസ് ചെയ്യാതെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഹയർ ലെവൽ കമ്മിറ്റ്മെന്റിലേക്ക് നിങ്ങൾ എത്തില്ല. ഓക്കെ, കാർമിക് കണക്ഷൻസ് ഒക്കെ വരും. വീണ്ടും വീണ്ടും ഈ ഒരു സെൽഫ് ലവിന്റെ കുറവിനെ ഇങ്ങനെ ട്രിഗർ ചെയ്യാനും അത് നിങ്ങളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കാനും പറ്റുന്ന കണക്ഷൻസ് ഒക്കെ വന്നും പോയിക്കൊണ്ടേയിരിക്കും. പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുന്ന ലൈഫ് ലോങ് കമ്മിറ്റ്മെന്റ്, ആ ഒരു ഡീപ്പസ്റ്റ് കൈൻഡ് ഓഫ് ലവ്, അത് തരാൻ പറ്റുന്ന ഒരാൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരണമെങ്കിൽ നിങ്ങൾ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യണം. പിന്നെ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഏറ്റവും പോസിറ്റീവായി ചിന്തിക്കുക. സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫായിരിക്കും എന്ന് വിശ്വസിക്കുക, അത് അഫേം ചെയ്യുക. ഓക്കെ, അത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോഴാണ് ഒരു സമാധാനം വേണം. അതായത് വിവാഹ ജീവിതം അല്ലെങ്കിൽ ഒരു ഹയർ ലെവൽ കമ്മിറ്റ്മെന്റിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ടെൻഷനും പേടിയല്ല വേണ്ടത്. അവിടെ ഒരു ഹാപ്പിനെസ് വേണം, ഒരു സന്തോഷം വേണം, ഒരു സമാധാനം വേണം, ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഫീലാണ് നിങ്ങൾക്ക് ഉണ്ടാവേണ്ടത്. അങ്ങനെ വേണം നിങ്ങൾ ചിന്തിക്കാനായിട്ട്. ഓക്കെ, അത് നിങ്ങളോട് എടുത്ത് പറയുന്നു. പിന്നെ നിങ്ങളോട് പറയുന്നത് ഒരു ഇമോഷണൽ ലോജിക്കൽ സൈഡ് ബാലൻസ് നിങ്ങൾ അച്ചീവ് ചെയ്യേണ്ടതുണ്ട്. ആ കിങ് ഓഫ് കപ്സിന്റെ എനർജിയിലേക്ക് വരിക. നിങ്ങൾക്കൊരു സോഫ്റ്റ് സൈഡ് ഉണ്ട്, വളരെ സോഫ്റ്റ് കെയറിങ് ആയിട്ടുള്ള സൈഡ് ഉണ്ട്. നിങ്ങൾ അത് അധികം പുറത്ത് കാണിക്കുന്നില്ല എന്ന് കാണുന്നു. നിങ്ങളത് പുറത്ത് കാണിക്കേണ്ടതാണ്. അർഹിക്കുന്നവർക്ക് നിങ്ങളുടെ ആ ഒരു സോഫ്റ്റ് സൈഡ് നിങ്ങൾ കാണിക്കേണ്ട വേണം. ഓക്കെ, നിങ്ങളുടെ ആ ഒരു സ്നേഹവും കരുതലും നിങ്ങൾ അവരോട് കാണിക്കേണ്ട വേണം, അർഹിക്കുന്ന ആളുകൾക്ക് മാത്രം. ഓക്കെ, ചിലപ്പോൾ നിങ്ങളുടെ അനുഭവങ്ങൾ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു രീതി ആയിരിക്കാം നിങ്ങളത് അങ്ങനെ പെട്ടെന്ന് ആരോടും കാണിക്കാത്ത ഒരാളാണ്. അത്രയും അടുക്കുമ്പോൾ, അത്രയും ഒരു ഇത് വരുമ്പോൾ മാത്രമേ നിങ്ങളുടെ ആ സോഫ്റ്റ് സൈഡ് കുറച്ചെങ്കിലും നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുള്ളൂ. വൾണറബിൾ ആകാൻ ബുദ്ധിമുട്ടുള്ള ആളുകളായിരിക്കും. പക്ഷെ അത് നിങ്ങൾ മാറ്റിയെടുക്കണം. നിങ്ങൾ ഇമോഷണലി അവൈലബിൾ ആകണം എന്ന് പറയുന്നു. അതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, പിന്നെ നിങ്ങൾ നിങ്ങളെ കെയർ ചെയ്യണം. സെൽഫ് കെയർ വളരെ പ്രധാനപ്പെട്ടതാണ്. ഹെൽത്തി ആയിട്ടിരിക്കുക. ഓക്കെ, പിന്നെ നിങ്ങളുടെ സ്കിൻ കെയർ, ഹെയർ കെയർ, ഇതൊക്കെ ചെയ്യുക. ഇതൊന്നും നെഗ്ലക്ട് ചെയ്യരുത്. നിങ്ങൾ നിങ്ങളുടെ ബോഡിയെ നെഗ്ലക്ട് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നു. നിങ്ങളുടെ ശരീരത്തിനെ നെഗ്ലക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, വേണ്ടുന്ന ഒരു പരിചരണമോ അല്ലെങ്കിൽ ആ ഒരു കെയറിങ്ങോ നിങ്ങൾ കൊടുക്കുന്നില്ല. നിങ്ങൾ അത് ഏറ്റവും ലീസ്റ്റ് പ്രയോറിറ്റി ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ബാക്കി എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ മാത്രം, അതല്ല വേണ്ടത്. ഓക്കെ, ഇതിന് വളരെ പ്രാധാന്യം കൊടുക്കേണ്ടതാണ്. കാരണം നിങ്ങൾ നിങ്ങളെ കെയർ ചെയ്യുമ്പോൾ നിങ്ങൾ ആ ഒരു നിങ്ങളുടെ ശരീരത്തിന് വേണ്ടുന്ന ഒരു കെയറും ഒരു എന്താ പറയാ
നേർച്ചറിങ് ഒക്കെ കൊടുക്കുമ്പോൾ നിങ്ങളുടെ എനർജി ലെവലിൽ മാറ്റം വരിക. നിങ്ങളൊരു ഹയർ ലെവൽ ഫ്രീക്വൻസിയിലാണ് പിന്നെ വൈബ്രേറ്റ് ചെയ്യുക. അത് നിങ്ങൾക്ക് ഒരുപാട് നല്ലതാണ്. അപ്പം അത് നിങ്ങളോട് ചെയ്യാൻ പറയുന്നുണ്ട്. പിന്നെ നിങ്ങളോട് പറയുന്നത് എന്താ വെച്ചാൽ, നിങ്ങൾ എത്തരത്തിലുള്ളൊരു റിലേഷൻഷിപ്പ് വേണമെന്നാണോ ആഗ്രഹിക്കുന്നത്, എത്തരത്തിലുള്ള ഒരു പങ്കാളിയെയാണ് നിങ്ങൾ അർഹിക്കുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യമുള്ളത്, അതിലേക്ക് എത്താൻ, ആ റിലേഷൻഷിപ്പിലേക്ക് എത്താൻ, ആ ഒരു കണക്ഷനിലേക്ക് ആയിരിക്കാനായിട്ട് നിങ്ങളിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് കൃത്യമായി കണ്ടെത്തുക. അതിനായിട്ട് വർക്ക് ചെയ്യുക. അപ്പൊ ഈ 2025 രണ്ടാം പകുതിയിൽ ലവ് ലൈഫ് വരുമ്പോൾ നിങ്ങൾ ഒരു പാർട്ട്ണറെ തപ്പി നടക്കല്ല വേണ്ടത്. നിങ്ങൾ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാണ് വേണ്ടത്. നിങ്ങൾ അവിടെ എന്ത് ചെയ്യുക, നിങ്ങളെ തന്നെ കെയർ ചെയ്യുക. നിങ്ങളുടെ ആ ഒരു ഡെഡിക്കേറ്റ് ചെയ്യുക, കംപ്ലീറ്റ്ലി ആ ഒരു സെൽഫ് ലവ് ജേർണി, സെൽഫ് കെയർ ജേർണിയിൽ ഡെഡിക്കേറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ വൂൺസ്, ട്രോമാസ് അതൊക്കെ ഹീലാകുക. ഇതൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഈ പറയുന്ന വ്യക്തി, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കണക്ഷൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വാഭാവികമായിട്ട് വരും. അത് നിങ്ങൾ തേടിപ്പോണ്ടി വരില്ല. മനസ്സിലായോ? അപ്പൊ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് ഗ്രൂപ്പ് 1. ഇനി നിങ്ങൾക്ക് ഞാൻ ക്യാപ്സ്യൂൾ ക്ലൂസ് എടുക്കാം. ഞാൻ ഈ ക്ലൂസ് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് തിരികെ വരാം. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ്. മൺസൂൺ സീസൺ വളരെ സിഗ്നിഫിക്കൻ്റ് ആണ് എന്ന് കാണുന്നു. അപ്പോൾ ഇപ്പോൾ മൺസൂൺ സീസൺ, ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് മൺസൂൺ സീസൺ ആണ്. ഇപ്പോൾ നിങ്ങൾ എവിടെയാണോ താമസിക്കുന്നത്, അപ്പോൾ അവിടെ മൺസൂൺ സീസൺ എപ്പോഴാണോ വരുന്നത്, ഇനി ഈ രണ്ടാം പകുതിയിൽ, ഓക്കെ, അതൊരു പ്രത്യേകിച്ചും മഴയുണ്ടാകുന്ന മാസങ്ങൾ പ്രത്യേകിച്ച് ഇമ്പോർട്ടൻ്റ് ആണെന്ന് കാണുന്നുണ്ട്. ജൂലൈ മാസം, ഞാൻ ഈ റെക്കോർഡ് ചെയ്യുന്നത് ജൂലൈ മാസത്തിലാണ്. നിങ്ങൾ ഈ റീഡിംഗ് കാണുന്നതും ജൂലൈ മാസത്തിലാണ്. ജൂലൈ ഇമ്പോർട്ടൻ്റ് ആണ്. സെപ്റ്റംബർ, നവംബർ ഈ മാസങ്ങൾ ഈ 2025 ഈ നിങ്ങളുടെ പ്രണയ ജീവിതവുമായിട്ട് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള മാസങ്ങളാണെന്ന് കാണുന്നു. പിന്നെ നമുക്ക് ജാനുവരി, ഫെബ്രുവരി, ഏപ്രിൽ വന്നിട്ടുണ്ട്. ചിലപ്പോൾ ഈ കാലയളവിൽ നടക്കുന്ന കാര്യങ്ങളുടെ ഒരു എന്താ പറയുക കണ്ടിന്യൂവേഷൻ ഈ പറയുന്ന ജാനുവരി, ഫെബ്രുവരി, ഏപ്രിൽ മാസങ്ങളിൽ നിങ്ങൾക്ക് അനുഭവിക്കാൻ, അടുത്ത വർഷത്തെ ജാനുവരി, ഫെബ്രുവരി, ഏപ്രിൽ മാസങ്ങളിൽ അനുഭവിക്കാൻ സാധ്യതയുണ്ട്. അത് കാണുന്നുണ്ട്. പിന്നെ ചിലപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ ജനനമാസം ആയിരിക്കാം കേട്ടോ. അത് എക്സ്ട്രാ കൺഫർമേഷൻ ആണ്. ഇത് നിങ്ങളുടെ തന്നെ ഗ്രൂപ്പാണ് എന്നുള്ളതിന്. പിന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ 2-ാം തീയതി കിട്ടിയിട്ടുണ്ട്. 10, 21, 27, 28, 30 ഈ തീയതികൾ ഇനി വരുന്ന ഈ രണ്ടാം പകുതിയിലുള്ള മാസങ്ങളിൽ, എസ്പെഷ്യലി ഈ നമുക്കിവിടെ കിട്ടിയിട്ടുള്ള 3 മാസങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതായിട്ട് കാണുന്നു. നിങ്ങളുടെ സോഡിയാക് സൈൻ, നിങ്ങളുടെ ബർത്ത് ചാർട്ടിൽ ജെമിനായി, അക്വേറിയസ്, സൺ, മൂൺ, റൈസിംഗ് പ്ലേസ്മെന്റ് ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. നിങ്ങളുടെ പേരിന്റെ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം ഇനീഷ്യൽ എസ് അല്ലെങ്കിൽ ടി ആയിരിക്കാം. അല്ലെങ്കിൽ ഈ ലെറ്റേഴ്സ് നിങ്ങളുടെ ഫസ്റ്റ് നെയിമിൽ ഉണ്ടാകാം. പിന്നെ ഇനി വരുന്ന സമയത്ത് ശനിയാഴ്ച, ചൊവ്വാഴ്ച, ബുധനാഴ്ച നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങളുടെ പ്രണയ ജീവിതവുമായിട്ട് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു മാനിഫെസ്റ്റേഷൻ മെത്തേഡൊക്കെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ചൊവ്വാഴ്ചയായിട്ടോ ബുധനാഴ്ചയായിട്ടോ ഒക്കെ തുടങ്ങുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് ഗ്രൂപ്പ് 1. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ക്ലാരിറ്റിയും നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണം. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ നിർത്തുകയാണ്. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരുന്നു. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 2, നമസ്കാരം. നിങ്ങൾ ഈ ഒരു പെർട്ടിക്കുലർ ചാം ആണ് നിങ്ങളുടേതായി ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നോക്കാം നിങ്ങളുടെ ഈ 2025 രണ്ടാം പകുതിയിൽ നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ എന്തൊക്കെ പ്രതീക്ഷിക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം.
ഓക്കെ. അപ്പോൾ അണ്ടർലൈങ് എനർജി 7 ഓഫ് വാണ്ട്സ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഒരു എന്താ പറയാ ചാലഞ്ചിങ് പീരീഡ് അവസാനിക്കുന്ന അതിൽ നിന്ന് നിങ്ങൾ മറികടക്കുന്ന ഒരു എനർജി നമുക്ക് കിട്ടുന്നു. അതുമാത്രമല്ല നിങ്ങൾക്ക് ഒരുപാട് സ്യൂട്ടേഴ്സ് ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ നമുക്ക് ഫസ്റ്റ് തന്നെ കിട്ടിയത് 2 ഓഫ് കപ്സ് ആണ്. പിന്നെ 9 ഓഫ് പെന്റക്കിൾസ്. അതായത് നിങ്ങളുടെ എനർജി വളരെ അട്രാക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ചിലപ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾ അറേഞ്ച് മാരേജ് അതിലൊക്കെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ ഇപ്പൊ പ്രപ്പോസൽസ് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് ഈ രണ്ടാം പകുതിയിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രപ്പോസൽസ് വരുന്നതായിട്ട് കാണുന്നു. അതും വരുന്നവർക്കൊക്കെ നിങ്ങളെ ഇഷ്ടപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളാണ് അവിടെ ചൂസ് ചെയ്യേണ്ടത് ആരെ വേണം എന്നുള്ളത്. ആ ഒരു എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. കാരണം നിങ്ങൾക്ക് വരുന്ന അലയൻസസിലൊക്കെ അവർക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് താല്പര്യം ഉണ്ടായിരിക്കും പ്രൊസീഡ് ചെയ്യാനായിട്ട്. ഓക്കെ, ആ ഒരു എനർജി നമുക്ക് കിട്ടുന്നു. പൊതുവെ വളരെ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു എനർജി. നിങ്ങൾ ഓൾറെഡി റിലേഷൻഷിപ്പിലാണ് അല്ലെങ്കിൽ മാരീഡ് ആണെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെ ഇടയിൽ പ്രത്യേകിച്ച് നിങ്ങളുടെ പാർട്ട്ണർക്ക് നിങ്ങളെ വളരെ ഒരു അട്രാക്ഷൻ നിങ്ങളോട് തോന്നുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്താ പറയാ ആ ഒരു നിങ്ങളുടെ ഇടയിലുള്ള ആ ഒരു ബോണ്ടിങ്, ആ ഒരു പാഷൻ വളരെയധികം സ്ട്രോങ് ആവുന്നതായിട്ട് കാണുന്നു. നിങ്ങൾ ചിലപ്പോൾ ഡേറ്റിനൊക്കെ പോകാനും ഒക്കെ സാധ്യത കാണുന്നുണ്ട്. ഓക്കെ, പ്രത്യേകിച്ച് നിങ്ങൾ വിവാഹം കഴിഞ്ഞ് കുറെ നാളെത്തിയിട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ആ തുടക്കത്തിൽ ഉണ്ടായിരുന്ന ഒരു ഒരു എന്താ പറയണ്ടേ ഒരു സന്തോഷം നിറഞ്ഞ ഒരു സമയമൊക്കെ ഉണ്ടല്ലോ, കുറച്ചൊരു എന്താ പറയാ കളിയും ചിരിയും കാര്യങ്ങളൊക്കെ, അതൊക്കെ വീണ്ടും അതും നിങ്ങളുടെ പാർട്ട്ണർ അതിന് ഇനീഷ്യേറ്റ് എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനത്തെ ഒരു എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. വളരെ ഒരു നിങ്ങൾ നിങ്ങൾ ആരെയും ചേസ് ചെയ്യുന്നില്ല, അതാണ് കാണുന്നത്. നിങ്ങൾ എങ്ങനെയാണോ നിങ്ങൾ അങ്ങനെ തന്നെ ആയിരിക്കുന്നു. നിങ്ങൾ വളരെ ഗ്രൗണ്ടഡ് ആയിരിക്കുന്നു എന്നാണ് കാണുന്നത്. പക്ഷെ നിങ്ങളിലേക്കാണ് ഈ പറയുന്ന എനർജീസ് ഒക്കെ വരുന്നത്. നിങ്ങളിങ്ങനെ അട്രാക്ട് ചെയ്യുന്ന ഒരു ഒരു ഫീലാണ് എനിക്കുള്ളത്. നിങ്ങൾ വളരെ ഗ്രൗണ്ടഡ് ആയിരിക്കും. നിങ്ങൾ വളരെ നിങ്ങൾ ഡേ ടു ഡേ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകുന്നു. നിങ്ങൾ അങ്ങനെ ആരെങ്കിലും ഒരു എന്താ പറയണ്ടേ നിങ്ങൾക്ക് ഒരു ലവ് ഇൻട്രസ്റ്റിനെ കാണുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു ഡെസ്പറേഷനോ കാര്യങ്ങളൊന്നുമില്ല. കാരണം നിങ്ങൾ വളരെ നിങ്ങളുടെ ബോഡിയിൽ നിങ്ങൾ എന്ന വ്യക്തിയിൽ നിങ്ങൾ വളരെ സെക്യൂർ ആയിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഈ ഒരു രണ്ടാം പകുതിയിൽ. അപ്പൊ നിങ്ങൾ വളരെ ഒരു കോൺഫിഡന്റ് വേർഷൻ അങ്ങനെയാണ് നമുക്ക് കിട്ടണേ. ഓക്കെ, അത് അത് എന്താ പറയാ പക്ഷെ നിങ്ങളിലേക്ക് ഈ പറഞ്ഞ പോലെ പ്രപ്പോസൽസ് വരിക, സ്യൂട്ടേഴ്സ് വരിക, അതിനൊക്കെ ഒരു സാധ്യത വളരെ വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഓൾറെഡി പാർട്ട്ണർ ഉള്ള ഒരാളാണെങ്കിൽ പാർട്ട്ണർ വളരെയധികം നിങ്ങളോട് ഒരു അട്രാക്റ്റഡ് ആകുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അവരത് വളരെ ഓപ്പൺ ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്നതായിട്ടും കാണുന്നു. അപ്പൊ അവർ ചിലപ്പോൾ വളരെ ഓപ്പൺ ആയിട്ട് പറയുകയും ചെയ്യും. ഓക്കെ, നിങ്ങൾക്ക് എന്താ പെട്ടെന്ന് ഒരു ഭംഗി കൂടിയ പോലെ അല്ലെങ്കിൽ പെട്ടെന്ന് വളരെ ഒരു ഒരു അട്രാക്ഷൻ തോന്നുന്നു, അങ്ങനെയൊക്കെ അവർ വളരെ ഓപ്പൺ ആയിട്ട് പറയുകയും ചെയ്യും. അത് കാരണം നിങ്ങളുടെ എനർജിയിൽ ഉണ്ടാകുന്ന ഷിഫ്റ്റ് ആണ് എന്നാണ് കാണാൻ സാധിക്കണേ. പിന്നെ നമുക്ക് ഇതേ അണ്ടർലൈങ് എനർജി 9 ഓഫ് സോർട്സ് ആണ് കിട്ടിയിട്ടുള്ളത്. പ്രത്യേകിച്ച് നിങ്ങൾ എന്തെങ്കിലും ഒരു അനീതി നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വിവാഹ ജീവിതത്തിലോ പ്രണയ ജീവിതത്തിലോ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ഒരു അനീതി ഉണ്ടായിട്ടുണ്ട്, ഒരു അന്യായം സംഭവിച്ചിട്ടുണ്ട്, നിങ്ങൾ ഒരുപാട് വേദനിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് നീതി ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ആ നീതി ലഭിക്കുന്നതോടുകൂടെ ആ പാസ്റ്റിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു അനുഭവത്തിൽ നിന്ന് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നതായിട്ട് കാണുന്നു. വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സമയമാണ് നിങ്ങളുടെ എന്താ പറയണ്ടേ പ്രണയ ജീവിതം എന്ന് പറയുന്നത്. സഡൻ ഷിഫ്റ്റ് സംഭവിക്കുന്നുണ്ട്. അതാണ് അവിടുത്തെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഭാഗം. ടവർ കാർഡ് നമുക്ക് കിട്ടിയേക്കണേ. സഡൻ ഷിഫ്റ്റ് ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഉള്ള എനർജിയിൽ നിന്ന് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് എനർജി ആയിരിക്കും ഈ രണ്ടാം പകുതിയിൽ നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ. ഓക്കെ, അപ്പൊ 2025 അവസാനിക്കുമ്പോൾ ആദ്യ പകുതിയിൽ ഉണ്ടായിരുന്ന എനർജിയെ ആയിരിക്കില്ല, കംപ്ലീറ്റ്ലി ഡിഫറെന്റ് നിങ്ങളുടെ ഫേവറിലായിരിക്കുന്ന കാണുന്നത്. എങ്ങനെയാണോ മാറുന്നത് അത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അനുസരിച്ചിട്ടായിരിക്കുന്ന കാണുന്നത്. പക്ഷെ നിങ്ങൾ അതിൽ ടെൻസ്ഡ് ആകുക അല്ലെങ്കിൽ ഓവർ എക്സൈറ്റഡ് ആകുക, ആൻഷ്യസ് ആകുക, അതൊന്നുമില്ല. നിങ്ങൾ വളരെ പീസ്ഫുൾ ആണ്. അത് തന്നെയാണ് നമുക്ക് ആ ക്യൂൺ ഓഫ് പെന്റക്കിൾസ് എനർജി കിട്ടിയതും. നിങ്ങൾ വളരെ പീസ്ഫുൾ ആയിരിക്കുന്നു കാണുന്നു. ഓക്കെ, അപ്പോൾ കാര്യമായ മാറ്റങ്ങൾ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. പ്രത്യേകിച്ച് വിവാഹം നോക്കുന്ന ആളുകളാണ്, വിവാഹം ശരിയായിട്ടില്ല എന്നാണെങ്കിൽ ഈ രണ്ടാം പകുതിയിൽ നിങ്ങളുടെ വിവാഹമൊക്കെ ചിലരുടെ അത് ഫിക്സ് ചെയ്യാനും ചിലരുടെ വിവാഹം നടക്കാൻ തന്നെ സാധ്യത കാണുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു റിലേഷൻഷിപ്പ് ഇതുവരെ ആകാത്ത ഒരാളാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഡിവൈൻ കൗണ്ടർ പാർട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നതായിട്ട് കാണുന്നു.
റിലേഷൻഷിപ്പിൽ ഈ പറഞ്ഞ പോലെ സെപ്പറേഷൻ അനുഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് ഒക്കെ അനുഭവിച്ചിട്ടുള്ള ആളാണെങ്കിൽ കംപ്ലീറ്റ്ലി ഹീൽഡ് ആകുന്നതായിട്ട് കാണുന്നുണ്ട്. മാത്രമല്ല നിങ്ങൾ എടുക്കുന്ന വർക്ക് എഫേർട്ടിനനുസരിച്ച് നിങ്ങൾ എത്രത്തോളം ഹീൽ ആകുന്നു, എത്രത്തോളം നിങ്ങൾ നിങ്ങളുടെ ആ ഒരു എന്താ പറയാ പാസ്റ്റിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുന്നു, അതിനനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ റൈറ്റ് പാർട്ട്ണറിനെ കണ്ടുമുട്ടുന്നതിനും ഒരു ഹെൽത്തി റിലേഷൻഷിപ്പിലാകുന്നതിനും ഒക്കെ സാധ്യത കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ കാര്യമായ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് അനുകൂലമായ മാറ്റങ്ങളാണ് ഈ 2025 രണ്ടാം പകുതിയിൽ നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ കാണുന്നത്. ഓക്കെ, പെട്ടെന്നുള്ള മാറ്റങ്ങളായിരിക്കും, കാര്യമായ ഡിഫറൻസ് ഉണ്ടായിരിക്കും. പക്ഷെ നിങ്ങൾ അതിലെല്ലാം വളരെ സമാധാനത്തോടെയാണ് ഈ മാറ്റങ്ങളൊക്കെ നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത്. ആ ഒരു മാറ്റത്തിലൂടെ നിങ്ങൾ കടന്നു പോകുന്നത് വളരെ സമാധാനത്തോടെയാണ്, വളരെ ഒരു റിലാക്സ് ചെയ്തുകൊണ്ടാണ് എന്ന് കാണുന്നു. ഓക്കെ, ഇനി നിങ്ങൾക്ക് നൽകാനുള്ള യൂണിവേഴ്സിന്റെ ഗൈഡൻസ് ഈ ഒരു പ്രണയജീവിതവുമായി ബന്ധപ്പെട്ട് 2025 രണ്ടാം പകുതിയിൽ നിങ്ങൾക്ക് നൽകാനുള്ള ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഓക്കെ, സ്റ്റാർ കാർഡാണ് നമുക്ക് അണ്ടർലൈൻ എനർജി ആയിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ പറയുന്നത് നിങ്ങൾ ഇമോഷണലി അവൈലബിൾ ആകണം, ഇമോഷണലി മെച്ചുവർ ആകണം, റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങൾ സീരിയസ് ആകേണ്ട സമയമാണ്. ഓക്കെ, ഒരു എന്താ പറയുക മിയർ അട്രാക്ഷൻ, പെരിഫറൽ ആയിട്ടുള്ള ഒരു ഫീലിങ്സ് അല്ലെങ്കിൽ അട്രാക്ഷന്റെ പുറത്ത് ഒരു കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിലേക്ക് പെർസ്യൂ ചെയ്യാതിരിക്കാൻ പറയുന്നു. നിങ്ങൾ വളരെയധികം നിങ്ങൾ ഇമോഷണലി അവൈലബിൾ ആകുക, അതുപോലെ ഇമോഷണലി അവൈലബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയെ തന്നെ വേണം നിങ്ങൾക്ക് ചൂസ് ചെയ്യാനായിട്ട്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഒരുപാട് ഷൂട്ടേഴ്സ് വരുന്നു എന്ന് പറഞ്ഞല്ലോ, അപ്പം വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരാൾ അവരുടെ ചാമൊക്കെ കണ്ട് നിങ്ങൾ പെട്ടെന്ന് ഓക്കെ യെസ് എന്ന് പറയരുത്, അതാണ് ഈ പറയണേ. ഓക്കെ, എടുത്തു ചാടിയുള്ള തീരുമാനങ്ങൾ പാടില്ല എന്ന് പറയുന്നു. റിസ്ക് എടുക്കുന്നുണ്ടെങ്കിൽ തന്നെ ആ ഒരു റിസ്കിന്റെ ഒരു ഇന്റൻസിറ്റിനെ കുറിച്ച് നിങ്ങൾ അവെയർ ആയിരിക്കണം. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് എന്തൊക്കെ ക്ലാരിറ്റി ആണോ വേണ്ടത്, ഒരു റിലേഷൻഷിപ്പിലാകുന്നതിന് മുൻപ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ക്ലാരിറ്റി ഉണ്ടാകുമല്ലോ, ആ ക്ലാരിറ്റി മുഴുവൻ നിങ്ങൾ നേടിയെടുത്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ആ ക്ലാരിറ്റി ഇല്ലാതെ നിങ്ങൾ റിലേഷൻഷിപ്പിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് നല്ല രീതിയിലല്ല അവസാനിക്കുക. ഓക്കെ, അപ്പൊ അവിടെ നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന ഷിഫ്റ്റ് ആണ് ഈ പറയുന്നത്. പിന്നെ നിങ്ങൾ ഓൾറെഡി കമ്മിറ്റഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ ഈ പറയുന്ന പോലെ റിലേഷൻഷിപ്പിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുക, ഇമോഷണലി അവൈലബിൾ ആകുക. നിങ്ങളുടെ പാർട്ട്ണറിന് നിങ്ങൾ വൾണറബിൾ ആകേണ്ടതാണ്. അതുപോലെ നിങ്ങളുടെ പാർട്ട്ണറിന് നിങ്ങളുടെ അടുത്ത് വൾണറബിൾ ആകാൻ നിങ്ങളൊരു സ്പേസ് പ്രൊവൈഡ് ചെയ്യേണ്ടതാണെന്ന് കാണുന്നു. പിന്നെ എന്താ പറയാ ഇമോഷണൽ ഒരു ഡെപ്ത്, ഇമോഷണൽ ആയിട്ടുള്ള ഒരു കണക്ഷൻ നിങ്ങളും നിങ്ങളുടെ പാർട്ട്ണറിന്റെയും ഇടയിലുള്ള ഇമോഷണൽ കണക്ഷൻ കൂടുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഇടയിലുള്ള ആ ഒരു ഇന്റിമസിയും അതിലും ഫോക്കസ് ചെയ്യാൻ പറയുന്നുണ്ട്. ഓക്കെ, ആ ഒരു ഇന്റിമസിനും നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം, അത് നെഗ്ലക്ട് ചെയ്യാൻ പാടില്ല എന്ന് കാണുന്നു. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് കാണുന്നുണ്ട്. പിന്നെ ഈ പറയുന്നത് പോലെ നിങ്ങളുടെ രണ്ടുപേരുടെ ഇടയിൽ ഒരു ട്രാൻസ്പാരന്റ് കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ഉണ്ടായിരിക്കണം. കൺഫ്യൂഷൻസ് പാടില്ല. ഓക്കെ, ഇന്നതാണോ ഉദ്ദേശിച്ചത്, എങ്ങനെയാണോ പറഞ്ഞത്, അതാണോ ഉദ്ദേശിച്ചത്, അത് പാടില്ല. പരസ്പരം തുറന്ന് സംസാരിക്കണം. അത് നിങ്ങൾ എന്തായാലും തുറന്ന് സംസാരിക്കണം. അതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് നിങ്ങളുടെ പാർട്ട്ണറുടെ അടുത്ത് നിങ്ങൾ പറയുകയും വേണം. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഓൾറെഡി എൻഡ് ചെയ്തിട്ടുള്ള പാസ്റ്റ് എന്തെങ്കിലും ബ്രേക്കപ്പ്, നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഒക്കെ ആണെങ്കിൽ അതിൽ നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചത് അല്ലെങ്കിൽ എന്തുകൊണ്ട് അത് ബ്രേക്കപ്പ് ആയി, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഉത്തരം ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അത് നിങ്ങളുടെ കംഫർട്ട് സോൺ പുറത്ത് കിടക്കുന്നതിനനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് ആ ഉത്തരം ലഭിക്കുന്നത് എന്ന് കാണുന്നു. ഓക്കെ, അപ്പൊ അതായത് നിങ്ങളായിട്ട് അത് ഇനീഷ്യേറ്റ് ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഉത്തരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനായിട്ട് ശ്രമിക്കേണ്ടി വരും എന്നാണ് കാണുന്നത്. അത് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, ആ ഒരു ഉത്തരങ്ങൾ കിട്ടണം എന്നുണ്ടെങ്കിൽ മാത്രം അതിനായിട്ട് ശ്രമിക്കുക. ശ്രമിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഉത്തരം കിട്ടും എന്ന് കാണുന്നു. അതോടുകൂടെ
ആ ഒരു എന്താ പറയാ റിലേഷൻഷിപ്പിനെ മൊത്തത്തിൽ നിങ്ങൾക്ക് വിട്ടുകളയാൻ പറ്റും. അതിൽ നിന്ന് കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാൻ സാധിക്കും എന്ന് പറയുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ഈ രണ്ടാം പകുതിയിൽ നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ, അത് നിങ്ങൾ കമ്മിറ്റഡ് ആയിക്കോട്ടെ സിംഗിൾ ആയിക്കോട്ടെ ഏതൊരു സ്റ്റാറ്റസിലാണെങ്കിലും നിങ്ങൾക്കൊരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്ന സമയമാണ് ഈ 2025 രണ്ടാം പകുതി. ഓക്കെ, കാര്യമായ മാറ്റം, ഒരു പുനർജന്മത്തിന്റെ എനർജിയാണ്. അപ്പൊ അതായത് അവസാനങ്ങളുണ്ട്, പുതിയ തുടക്കങ്ങളുണ്ട്. അപ്പൊ പുതിയ തുടക്കങ്ങൾക്ക് നിങ്ങൾ അത് അനുവദിക്കണം. അത് പലപ്പോഴും നിങ്ങൾക്ക് ഇപ്പോൾ അതിനെക്കുറിച്ചൊരു ഐഡിയ ഉണ്ടാവില്ല, പ്രത്യേകിച്ച് ഇനി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനിരിക്കുന്ന ആ വ്യക്തി അല്ലെങ്കിൽ ആ ഒരു ബന്ധം, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങൾ, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഐഡിയ ഉണ്ടാകില്ലെങ്കിലും നിങ്ങളോട് യൂണിവേഴ്സിൽ വിശ്വസിക്കാൻ പറയുന്നു. യൂണിവേഴ്സിന് ഒരു പ്ലാൻ ഉണ്ട്, അതനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ നടക്കാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കുക. ആ പ്ലാൻ നിങ്ങൾക്ക് നല്ലതിനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ വിശ്വസിച്ച് മുന്നോട്ട് പോകാനാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, ഈ ഒരു സമയം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ആ റൈറ്റ് പേഴ്സൺ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ചേഞ്ച്, ആ ഒരു മാറ്റം, അതിനെ നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നതിന് എന്തൊക്കെയാണോ തടസ്സം നിൽക്കുന്നത്, എന്തിൽ നിന്നൊക്കെയാണോ നിങ്ങൾ മൂവ് ഓൺ ചെയ്യേണ്ടത്, അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുക, റിലീസ് ചെയ്യുക, അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ക്യാപ്സ്യൂൾ ക്ലൂസ് നോക്കാം. ഞാൻ ഈ കാർഡ്സ് എല്ലാം അറേഞ്ച് ചെയ്തിട്ട് തിരികെ വരാം. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ്. ജൂലൈ ഓഗസ്റ്റ് മാസം, അതായത് പിന്നെ ഇപ്പം ജൂലൈ മാസത്തിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്, ഇനി വരുന്നത് ഓഗസ്റ്റ് മാസം. ഈ 2 മാസം നിങ്ങളുടെ പ്രണയ ജീവിതത്തിന്റെ കാര്യമായ ഷിഫ്റ്റ്, ഈ പറയുന്ന ടവർ മൊമെന്റ്സും ഈ ഡെത്തും റീബർത്തും ഒക്കെ സംഭവിക്കുന്നത് ഈ ഒരു സമയത്താണ് കേട്ടോ. ഇതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട്സ് എന്ന് പറയുന്നത് അടുത്ത വേനൽക്കാലം വരെ, സമ്മർ സീസൺ വരെ ഉണ്ടായിരിക്കുന്നതായിട്ട് കാണുന്നു. പിന്നെ നിങ്ങൾക്ക് ലിബ്ര പ്ലേസ്മെന്റ് നിങ്ങളുടെ ബർത്ത് ചാർട്ടിൽ സൺ മൂൺ റൈസിംഗ് ആയിട്ട് ഉണ്ടാകാം. ഈ ജൂലൈ ഓഗസ്റ്റ് മാസം അല്ലെങ്കിൽ എന്താ പറയട്ടെ മാർച്ച് ഏപ്രിൽ മെയ് മാസം, ഇതൊക്കെ ഇതിലേതെങ്കിലും നിങ്ങളുടെ ജനനമാസം ആകാൻ സാധ്യതയുണ്ട്. അതൊരു എക്സ്ട്രാ കൺഫർമേഷൻ ആണ്. ഇനി രണ്ടാം പകുതിയിൽ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട തീയതികൾ, നിങ്ങളുടെ പ്രണയ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട തീയതികൾ എന്ന് പറയുന്നത് 2, 7, 14, 22, 31. ഓക്കെ, പ്രത്യേകിച്ച് ജൂലൈ ഓഗസ്റ്റ് മാസത്തിലെ ഈ ഡേറ്റുകൾക്കും പ്രാധാന്യമുണ്ട്. ഇനി നിങ്ങളുടെ പേരിൽ DGIZ അല്ലെങ്കിൽ ZA എന്നീ ലെറ്റേഴ്സ് നിങ്ങളുടെ ഫസ്റ്റ് നെയിമിൽ ഉണ്ടാകാം, അല്ലെങ്കിൽ ഈ ലെറ്റേഴ്സിൽ നിങ്ങളുടെ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം, ഇനീഷ്യൽസ് ഉണ്ടാകാം. ഇത്രയുമാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ്. ഇതാണ് നിങ്ങളുടെ റീഡിംഗ് ഗ്രൂപ്പ് 2. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ക്ലാരിറ്റി, നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസും ഈ ഒരു വിഷയത്തിൽ ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കാം. മറ്റു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ നിർത്തുകയാണ്. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരുന്നു. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 3, നമസ്കാരം. നിങ്ങൾ നിങ്ങൾ ഈ പർട്ടിക്കുലർ ചാമാണ് യൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഞാൻ ഡിസ്ട്രാക്റ്റഡ് ആണ് കുറച്ച്. അത് വേറെ ഒന്നുമല്ല, തൊട്ടപ്പുറത്തെ വീട്ടിൽ പണിയടക്കാണ്. അപ്പോൾ അവിടുത്തെ ഇങ്ങനെ ശബ്ദം കേൾക്കുമ്പോൾ എന്താ പറയുക, വായിക്കുന്നതിൽ നമുക്ക് കണക്ഷൻ കിട്ടാതെ പോകുന്നു. അപ്പോൾ നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആവും. അപ്പോൾ ഇങ്ങനത്തെ മിസ്റ്റേക്സ് സംഭവിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം 2025 രണ്ടാം പകുതിയിൽ നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെ പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രണയ ജീവിതം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പം നിങ്ങൾ മാരീഡ് ആണെങ്കിൽ ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യും എന്നുള്ളതാണ് കേട്ടോ. ലവ് ലൈഫ് എന്നുള്ള ഒരു ആസ്പെക്റ്റാണ് എടുക്കുന്നത്. നിങ്ങൾ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിലും അത് നിങ്ങൾക്ക് ഈ ഒരു ഭാഗം നിങ്ങൾക്ക് ബാധകമാണ് എന്ന്. ഓക്കെ, ഈ റീഡിങ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും എന്നാണ് ഞാൻ പറയുന്നത്.
അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെ മാറ്റങ്ങൾ അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത് ഈ ഒരു 2025 രണ്ടാം പകുതിയിൽ നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ എന്ന് നോക്കാം. ഓക്കെ, വളരെ നല്ലൊരു എനർജിയാണ് എനിക്ക് ഇപ്പൊ കിട്ടുന്നത്. നമുക്ക് ഇനി മുന്നോട്ട് പോകുമ്പോഴും അങ്ങനെയാണ് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. നമുക്ക് 10 of Cups ആണ് അണ്ടർലൈൻ എനർജി. ഒരു ഹാപ്പിലി എവർ ആഫ്റ്റർ എനർജി കാണുന്നുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് എന്താ പറയണ്ടേ, നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിങ്ങളെ പുറത്ത് കൊണ്ടുവരുന്ന ഒരു കണക്ഷൻ, ഒരു പാർട്ട്ണറാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്. അത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതാണെന്ന് കാണുന്നു. നിങ്ങൾ ഓൾറെഡി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു പേഴ്സണെ. അതായത് നിങ്ങളെ ഒരു ലൈഫ് ലോങ് കമ്മിറ്റ്മെന്റ് ആണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് നൽകാൻ പ്രാപ്തിയുള്ള ഒരാളാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇപ്പൊ നിങ്ങളുടെ ലവ് ലൈഫിൽ നിങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു സ്റ്റക്ക് എനർജി, പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല അല്ലെങ്കിൽ ഒരു പ്രോഗ്രസ് ഇല്ലാതെ നിൽക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് പോവാം. ഓക്കെ, അതിൽ നിന്ന് നിങ്ങൾ ഒരു ഫോർവേഡ് മൊമെന്റ് ഉണ്ടാകുന്നു. അതും ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് നിങ്ങൾ ഒരുപാട് പുറത്ത് കിടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ ഞാൻ അങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും എന്നൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ചിന്തയുണ്ടാവും ഈ റിലേഷൻഷിപ്പിലായി കഴിഞ്ഞാൽ. പക്ഷെ അതൊന്നും ആയിരിക്കില്ല. നിങ്ങൾ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് പേഴ്സൺ ആയിരിക്കും. പക്ഷെ അത് നല്ലൊരു എനർജിയാണ് കിട്ടണേ. ഓക്കെ, കാരണം നമുക്ക് അണ്ടർലൈൻ എനർജി 10 of Cups ആണ്. നിങ്ങൾ വളരെ ഫുൾഫിൽഡ് ആയിരിക്കും ഈ കണക്ഷനിൽ. നിങ്ങൾക്ക് വളരെയധികം തൃപ്തി ഉണ്ടായിരിക്കും ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്ന് കാണുന്നു. പിന്നെ നിങ്ങളിപ്പോൾ ഓൾറെഡി മാരീഡ് ആണ്, ഒരു കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എങ്കിൽ നിങ്ങളുടെയും നിങ്ങളുടെ പാർട്ട്ണറിന്റെ ഇടയിലുള്ള ഒരു കണക്ഷൻ നിങ്ങൾ വളരെ സപ്പോർട്ടീവ് ആകുന്നത് കാണുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് നിങ്ങൾ പരസ്പരം സഹായിക്കുന്നതായിട്ട് കാണുന്നു, പരസ്പരം സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണുന്നു. പിന്നെ ഒരുപാട് എന്താ പറയാ, ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഒരുമിച്ച് എന്തെങ്കിലും അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാൻ, കുറച്ച് എക്സൈറ്റിംഗ് ആയിട്ടുള്ള അതേസമയം അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഒരു സാധ്യത, അതിനൊരു അവസരം വരുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. പരസ്പരം വളരെയധികം ആ ഒരു ഫെയ്ത്ത്ഫുൾ എനർജി, ഒരു ലോയൽ എനർജി നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്താ പറയണ്ടേ, എന്തെങ്കിലും ഇപ്പോൾ ഒരു കൺഫ്യൂഷനോ അല്ലെങ്കിൽ ഒരു ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടായാൽ പോലും നിങ്ങൾ അവിടെ ഒരു സമാധാനത്തോടെയാണ് അത്തരം സന്ദർഭങ്ങളെ നിങ്ങൾ നേരിടുന്നത്. വഴക്കുണ്ടാക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗം ന്യായീകരിക്കാൻ അങ്ങനെയൊന്നുമല്ല നിങ്ങൾ ശ്രമിക്കാം. ആ ഒരു സിറ്റുവേഷനെ, ആ ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ എന്താണോ അതിനൊരു പരിഹാരം കാണാം. അത് ഒരുമിച്ച് ചെയ്യുന്നതായിട്ട് കാണുന്നു. അപ്പോൾ അവിടെ വളരെയധികം നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഡെഡിക്കേറ്റഡ് ആയിരിക്കും. റിലേഷൻഷിപ്പിനെ ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എഫേർട്ട് എടുക്കുന്നത് കാണുന്നുണ്ട്. നിങ്ങളുടെ പാർട്ട്ണർ അതുപോലെ എഫേർട്ട് എടുക്കുന്നതായിട്ട് കാണുന്നു. കാരണം നമുക്ക് അണ്ടർലൈൻ എനർജി 10 of Cups കിട്ടിക്കണം. അപ്പോൾ അവിടെ ഒരു രണ്ടുപേരും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഓക്കെ, അണ്ടർലൈൻ എനർജി വീണ്ടും 9 of Cups ആണ്. 9 of Cups നേരത്തെയും വന്നതാണ് കേട്ടോ. ഈ 10 of Cups 9 of Cups തന്നെയാണ്. വെറുതെ ജസ്റ്റ് കട്ട് ചെയ്യുമ്പോഴും കപ്സ് കാർഡ് ആണ് വരുന്നത്. അപ്പോൾ ഇമോഷണൽ ഫുൾഫിൽമെന്റ് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഈ 2025 രണ്ടാം പകുതിയിൽ. പിന്നെ നിങ്ങളുടെ എനർജി, നിങ്ങൾ വളരെ മാഗ്നറ്റിക് ആവുന്നത് കാണുന്നു. നിങ്ങൾക്ക് ഒരു ഗ്ലോ അപ്പ് ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ എക്സ്റ്റേണൽ അപ്പിയറൻസിലൊക്കെ കാര്യമായ ഒരു മാറ്റം, നിങ്ങളുടെ പാർട്ട്ണറിനെ ഒരുപാട് നിങ്ങളിലേക്ക് ആകർഷിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു മാറ്റം ഉണ്ടാകുന്നുണ്ട്. അത് നിങ്ങൾ കമ്മിറ്റഡ് ആണെങ്കിലും അല്ലെങ്കിലും ഒരേപോലെ എഫക്റ്റീവ് ആണ് കേട്ടോ. ആ പറഞ്ഞ കാര്യം രണ്ടുപേർക്കും ഒരേപോലെ അപ്ലിക്കബിൾ ആണ്. പിന്നെ ഒരു
എന്താ പറയണ്ടേ, വളരെ ട്രാൻസ്പെറൻസി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവും. എല്ലാ മേഖലയിലും നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ എല്ലാ മേഖലയിലും ഒരു ട്രാൻസ്പെറൻസി, ഒരു ബാലൻസ് നിങ്ങൾക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഒരു യൂണിറ്റി, ഒരു സമത്വം ഒക്കെ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. വളരെയധികം ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സഹകരണം, ആ ഒരു എന്താ പറയാ, ഒന്നാണ് എന്നുള്ള രീതിയിലുള്ള ഒരു ബിഹേവിയർ ഉണ്ടല്ലോ, അതൊക്കെ നിങ്ങൾക്ക് ഇതില് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കണക്ഷൻ ആണ് ഞാൻ കാണുന്നത്. അതിപ്പോ നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ കമ്മിറ്റഡ് ആണെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് കുറച്ചുകൂടെ ഹെൽത്തി ആകുന്നു. പരസ്പരം ബഹുമാനിച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് അത്രയും എഫേർട്ട് എടുത്ത റിലേഷൻഷിപ്പിനെ വളരെ ഒരു സമാധാനം, സ്വസ്ഥതയും ബാലൻസ് ഉള്ള രീതിയിൽ കൊണ്ടുപോവാണ്. ഓക്കെ, അതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കണേ. പിന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഇപ്പൊ സിംഗിൾ ആയിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന പാർട്ട്ണറാണ് നിങ്ങളിലേക്ക് വരുന്നത്. നിങ്ങൾക്ക് ന്യായമായും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട പങ്കാളിയെയാണ് യൂണിവേഴ്സ് നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നത്. ഓക്കെ, ആ ഒരു എനർജി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് സൈൻ ലഭിക്കുന്നതായിട്ട് കാണുന്നു. പ്രത്യേകിച്ച് നിങ്ങൾ സിംഗിൾ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ഈ ഒരു വ്യക്തിയെ ഐഡന്റിഫൈ ചെയ്യുന്നതിന് ഇനി നിങ്ങൾ ഓൾറെഡി യൂണിവേഴ്സുമായിട്ട് എന്തെങ്കിലും ഒരു സൈൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കും. എന്താ പറയുക, ഫ്യൂച്ചർ സ്പൗസിനെ കാണുമ്പോൾ അല്ലെങ്കിൽ ഡിവൈൻ കൗണ്ടർ പാർട്ടിനെ കാണുമ്പോൾ എനിക്ക് ഇന്ന സൈൻ കാണിച്ചു തരണം, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കൂ, അത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പൊ നിങ്ങളോട് വളരെ മൈൻഡ്ഫുൾ ആയിട്ടിരിക്കാൻ പറയുന്നു. നിങ്ങൾക്ക് ആ ക്ലൂസ് ഒക്കെ യൂണിവേഴ്സ് ഓൾറെഡി തരുന്നതാണ്, ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതിന് മുൻപും വന്നതിന് ശേഷമൊക്കെ. അപ്പൊ നിങ്ങൾക്ക് ഈസിലി റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതും നിങ്ങളോട് എടുത്ത് പറയുന്നുണ്ട്. പിന്നെ കമ്മ്യൂണിക്കേഷൻ വളരെ ഒരു ഹെൽത്തി വേയിൽ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് പ്രത്യേകിച്ച് കളക്റ്റീവ്, മൂന്നാമത്തെ ഗ്രൂപ്പിലുള്ള കളക്റ്റീവിന്റെ കാര്യമാണ് പറയുന്നത്. മാത്രമല്ല നിങ്ങളുടെ പാർട്ട്ണറിനും നിങ്ങൾ വളരെ ട്രാൻസ്പെറന്റ് ആയി സംസാരിക്കുമ്പോൾ, ട്രാൻസ്പെറന്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പാർട്ട്ണറിനും അത് റെസിപ്രോക്കേറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അങ്ങനെയാണ് നമുക്ക് കാണുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് ഈ 2025 രണ്ടാം പകുതിയിൽ നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യത. അതാണ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് നിങ്ങൾക്ക് യൂണിവേഴ്സ് ഈ 2025 രണ്ടാം പകുതിയിൽ നിങ്ങളുടെ പ്രണയ ജീവിതവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ഗൈഡൻസ് ആണ് നൽകാൻ ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യമേ കാണുന്നു യൂണിവേഴ്സ് നിങ്ങളോട് പറയാണ്, നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ ഒരു ട്രാൻസ്ഫോർമേഷന്റെ സമയമാണ് 2025 രണ്ടാം പകുതി. മാറ്റങ്ങൾ ഉണ്ടാവും. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിലായിരിക്കില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റങ്ങളാണ്, പക്ഷെ അത് പ്രതീക്ഷിക്കുന്ന രീതിയിലായിരിക്കില്ല. കുറച്ച് സർപ്രൈസ് ഒക്കെ എന്തായാലും യൂണിവേഴ്സ് കരുതി വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ എങ്ങനെയാണോ ആ മാറ്റം സംഭവിക്കുന്നത്, ആ മാറ്റത്തിനെ സ്വീകരിക്കുക. ഓക്കെ, ആ മാറ്റത്തിലൂടെ നിങ്ങൾ സമാധാനത്തോടെ കടന്നു പോകാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. അത് നിങ്ങളോട് പറയുന്നു. പിന്നെ നിങ്ങളിപ്പോ എന്തെങ്കിലും ഒരു എന്താ പറയണ്ടേ, ഒരു ആക്ഷൻസ് എടുക്കുന്നുണ്ട്, എന്തെങ്കിലും ഒരു റിച്വൽ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു റൈറ്റ് പാർട്ട്ണറിനെ മാനിഫെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ നിങ്ങളുടെ എന്താ പറയണ്ടേ റിലേഷൻഷിപ്പ്, ഓൾറെഡി ഉള്ള റിലേഷൻഷിപ്പ് മെച്ചപ്പെടുന്നതിന് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ഒരു ആക്ഷൻസ്, എന്തെങ്കിലും ഒരു റിച്വൽസ് ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ട് ഇപ്പോൾ എങ്കിൽ അത് ചെയ്യാൻ പറയുന്നു. അല്ലെങ്കിൽ അത് തുടങ്ങാനാണ് പറയുന്നു. ഓക്കെ, ഈ രണ്ടാം പകുതിയിൽ അത് തുടങ്ങേണ്ടത് വളരെ അത്യാവശ്യമാണ്. നിങ്ങളോട് അത് അങ്ങനെ എന്തെങ്കിലും ഒരു മാനിഫെസ്റ്റേഷൻ മെത്തേഡോ റിച്വലോ അല്ലെങ്കിൽ അഫർമേഷൻസോ, ഇപ്പൊ ഹീലിംഗ് ചെയ്യേണ്ടതാണെങ്കിൽ ഹീലിംഗ് ഒക്കെ ചെയ്യുന്നത്
ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നുണ്ടല്ലോ, ആ ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടക്കാനായിട്ട് നിങ്ങളെ പൂർണ്ണമായും തയ്യാറാക്കും എന്നാണ് പറയുന്നത്. അപ്പം അത് ചെയ്യുക. പിന്നെ നിങ്ങളുടെ നിങ്ങൾ പ്രത്യേകിച്ച് റിലേഷൻഷിപ്പിൽ ആയിരിക്കുന്ന ഒരാളാണ് എങ്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ഓക്കെ, പക്ഷെ എപ്പോഴും ഗുഡ് മെമ്മറീസിൽ ഫോക്കസ് ചെയ്യാൻ പറയുന്നു. ഓക്കെ, നല്ല കാര്യങ്ങളെ കുറിച്ച് ഇപ്പൊ നിങ്ങൾ പരസ്പരം സംസാരിക്കണമെങ്കിലും നല്ല കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുക. ഓക്കെ, അതാണ് കൂടുതൽ ആ റിലേഷൻഷിപ്പിനെ ഹെൽത്തിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഏറ്റവും നല്ല വഴി എന്നാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ വെറുതെ കാഷ്വലായി സംസാരിക്കുമ്പോൾ പോലും മുന്നുണ്ടായ പ്രശ്നങ്ങളെ കുറിച്ച് എടുത്ത് പറയുമ്പോൾ അവിടെ നിങ്ങളുടെ സിറ്റുവേഷൻ ആ ഒരു എനർജി മൊത്തത്തിൽ ഡിസ്റ്റർബ്ഡ് ആകുകയാണ് ചെയ്യുക. പിന്നീട് ചിലപ്പോൾ അവിടെ നിന്ന് വീണ്ടും വഴക്കുണ്ടാവാനായിട്ടൊരു സാധ്യതയുണ്ട്. ഓക്കെ, ഡെഫിനറ്റ്ലി നമുക്ക് എന്തെങ്കിലും എന്താ പറയുക നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള അൺഹെൽത്തി ആയിട്ടുള്ള എന്തെങ്കിലും കാര്യമെങ്കിൽ അത് ഡെഫിനറ്റ്ലി നോട്ട് ചെയ്യണം. നമ്മുടെ ഭാഗത്ത് നിന്ന് തെറ്റുപറ്റിയതാണെങ്കിൽ നമ്മൾ അതനുസരിച്ച് തിരുത്തണം, അതൊക്കെ ചെയ്യണം. പക്ഷെ ഞാൻ പറയുന്നത് നിങ്ങൾ പരസ്പരം സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ക്വാളിറ്റി ടൈമൊക്കെ സ്പെൻഡ് ചെയ്യുമ്പോൾ നടന്ന നല്ല കാര്യങ്ങളെ, ഓക്കെ, ഗുഡ് മെമ്മറീസിനെയാണ് നിങ്ങൾ ഫോക്കസ് ചെയ്ത് അതാണ് നിങ്ങൾ എന്താ പറയണ്ടത് പരസ്പരം അതിനെക്കുറിച്ച് സംസാരിച്ച് അതാണ് നിങ്ങൾ വീണ്ടും വീണ്ടും ഓർത്തെടുക്കേണ്ടത്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ നിങ്ങൾ സിംഗിൾ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ഈ ഒരു വ്യക്തി ഒന്നുകിൽ നിങ്ങൾക്ക് അറിയുന്ന ഒരാളായിരിക്കും, നിങ്ങളുടെ റൈറ്റ് പാർട്ട്ണർ, നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ട്, നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ആ ഒരു പേഴ്സൺ ഉണ്ടല്ലോ, അവര് ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്ന ഒരാളായിരിക്കും. മുന്നേ റിലേഷൻഷിപ്പ് നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടില്ല, നിങ്ങൾക്ക് അറിയുന്ന ഒരാളാണ്, നിങ്ങളെക്കാൾ മുതിർന്ന ഒരു വ്യക്തിയാണ് എന്ന് കാണുന്നു. ഇപ്പം ഇനി വയസ്സുകൊണ്ട് മുതിർന്നതല്ലെങ്കിലും അവർ ഹൈലി മെച്ചുവേർഡ് ആയിരിക്കും, അങ്ങനെ കാണുന്നുണ്ട്. ഓക്കെ, അപ്പൊ അവർക്ക് ഒരുപാട് ജീവിതാനുഭവങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ അവരതുകൊണ്ട് തന്നെ അവർ വളരെ മെച്ചുവേർഡ് ആയിരിക്കും. അവരുടെ ആ ഒരു എനർജിയിലും ആ ഒരു സീനിയർ ഫീല് നിങ്ങൾക്ക് ഉണ്ടാകും. ഓക്കെ, അല്ലെങ്കിൽ ഈ വ്യക്തിയും നിങ്ങളും തമ്മിൽ മുൻജന്മ ബന്ധമുണ്ട്. ഓക്കെ, അപ്പൊ മുൻജന്മത്തെ നിങ്ങളുടെ പങ്കാളി തന്നെയാണ് ഈ ജന്മത്തിലേക്ക് വരുന്നതായിട്ട് കാണുന്നത്. അതെല്ലാവർക്കും ബാധകമല്ല, അത് ചില ഒരു പെർട്ടിക്കുലർ കളക്റ്റീവിന് മാത്രമാണ് അത്, അല്ലെങ്കിൽ ബാക്കിയുള്ള കളക്റ്റീവിന് നിങ്ങൾക്ക് അറിയുന്ന ഒരാൾ തന്നെയായിരിക്കും എന്നാണ് കാണുന്നത്. എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് രണ്ടുപേർക്കിടയിൽ ആ ഒരു സോൾ ഫാമിലി എനർജി ഉണ്ട്, നിങ്ങൾ ഒരേ സോൾ ഫാമിലിയിൽ പെട്ട ആളുകളാണ്. ഓക്കെ, പിന്നെ നിങ്ങൾ എത്തരത്തിലൊരു റിലേഷൻഷിപ്പാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ നിങ്ങൾ ഏതൊരു ഫീലിങ്സിലായിരിക്കാനാണോ ആഗ്രഹിക്കുന്നത്, എന്താണോ നിങ്ങൾ അതിൽ നിന്ന് അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നത്, സന്തോഷമാണ്, സമാധാനമാണ്, ഒരു സംതൃപ്തിയാണെങ്കിൽ ആ സന്തോഷവും സമാധാനവും സംതൃപ്തി നിങ്ങൾ നിങ്ങളുടെ ഇപ്പോഴുള്ള പ്രസന്റ് മൊമെന്റിൽ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റണം. പ്രത്യേകിച്ച് നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ സന്തോഷം തരുന്ന അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുക, സമാധാനം തരുന്ന സമയത്ത് അതിൽ കൂടുതലായിരിക്കാൻ ശ്രമിക്കുക, സംതൃപ്തി തരുന്ന കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതും ഫോക്കസ് ചെയ്യുക, അത് എക്നോളജ് ചെയ്യുക, യൂണിവേഴ്സിനോട് നന്ദി പറയാം. ഈ പറഞ്ഞ കാര്യങ്ങൾ, അപ്പൊ ഏതൊക്കെ കാര്യങ്ങളാണ്, ഏതൊക്കെ അനുഭവങ്ങളാണ് നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും സംതൃപ്തി തരുന്നത്, അതിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ വീണ്ടും വീണ്ടും ഇതുപോലെ സന്തോഷവും സമാധാനവും സംതൃപ്തിയും തരുന്ന അനുഭവങ്ങളെ നിങ്ങളുടെ പ്രണയ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് ആകർഷിക്കാനായിട്ട് പറ്റും. നിങ്ങൾ ഏത് എനർജിയിലാണോ ആയിരിക്കുന്നത്, എന്തിലാണോ നിങ്ങൾ നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ പ്രത്യേകിച്ച് നിങ്ങൾ ഏത് എനർജിയിലായിരിക്കുന്നു, എന്തിലാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്, അത് തന്നെയാണ് നിങ്ങളുടെ 2025 രണ്ടാം പകുതിയിൽ നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ ഉണ്ടാവുക. ഓക്കെ, നിങ്ങൾക്ക് നേരെ ഒരു കണ്ണാടി പിടിച്ചിട്ടാണ് യൂണിവേഴ്സ് നിൽക്കുന്നത്, പ്രത്യേകിച്ച് ഈ ഒരു രണ്ടാം പകുതിയിൽ. അപ്പൊ നിങ്ങൾ എന്ത് എനർജിയിലായിരിക്കുന്നു അത് തന്നെ റിഫ്ലക്ട് ചെയ്യും, അതെപ്പോഴും ഓർക്കുക. പിന്നെ ഫ്രണ്ട്സ്, ഫാമിലി, അവരൊക്കെ ആയിട്ട് ശരിയാണ് ഒരു ബോണ്ടിങ് വേണം, റിലേഷൻഷിപ്പ് അതൊക്കെ വേണം, പക്ഷേ ഒരു ബൗണ്ടറി കീപ്പ് ചെയ്യുക. നിങ്ങളുടെയും നിങ്ങളുടെ പാർട്ട്ണറിന്റെയും ഇടയിൽ ഈ പറയുന്ന സുഹൃത്തുക്കള്, ബന്ധുക്കള്, ഫ്രണ്ട്സ്, അതായത് ഇപ്പോൾ പാർട്ട്ണറിന്റെ ഫ്രണ്ട്സ്, നിങ്ങളുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ കൊളീഗ്സ്, അങ്ങനെ ഒരാളും നിങ്ങളുടെ രണ്ടുപേരുടെ ഇടയിലേക്ക് വരാനോ, നിങ്ങളുടെ രണ്ടുപേരുടെ ഇടയിലേക്ക് ഒരു അഭിപ്രായം പറയാനോ, നിങ്ങളുടെ ജീവിതത്തിന്റെ ഇടയിൽ എന്താ പറയണ്ടേ ഡിസിഷൻസ് എടുക്കാനോ നിങ്ങൾ അനുവദിക്കാൻ പാടില്ല. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, നിങ്ങൾ അങ്ങനെ ആ ഒരു എന്താ പറയാ ഒരു തേർഡ് പേഴ്സൺ ഇടയിൽ വരാനുള്ള അല്ലെങ്കിൽ ആരെങ്കിലും ഇതുപോലെ ഒരു സ്വാതന്ത്ര്യം കാണിച്ച് നിങ്ങളുടെ ഇടയിലേക്ക് വരാനും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അഭിപ്രായം പറയാനും ഒക്കെ ഒരു സാധ്യത കാണുന്നുണ്ട്. അത് നിങ്ങൾ ഒഴിവാക്കണം, അല്ലെങ്കിൽ അത് പ്രശ്നങ്ങളിലേക്ക് നയിക്കുക, അത് പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക ചെയ്യുക. അതൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നെ നിങ്ങളും നിങ്ങളുടെ പാർട്ട്ണറിന്റെ ഇടയിൽ, നിങ്ങൾ സിംഗിൾ ആയിക്കോട്ടെ, എന്താ പറയാ ഓൾറെഡി, അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ ഈ ഒരു മൂന്നാമതൊരു വ്യക്തി നിങ്ങളുടെ രണ്ടുപേരുടെ ഇടയിൽ വരാൻ പാടില്ല. ഓക്കെ, ഇപ്പൊ ഏതെങ്കിലും ഇപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്, നിങ്ങളുടെ പാർട്ട്ണർ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാലും നിങ്ങൾ നേരെ നിങ്ങളുടെ പാർട്ട്ണറിന്റെ അടുത്ത് സംസാരിക്കണം. ഇപ്പൊ നിങ്ങൾ ബന്ധുക്കളായിക്കോട്ടെ, അവരങ്ങനെ പറഞ്ഞല്ലോ അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നേരിട്ട് സംസാരിക്കും, ഞാൻ ഇങ്ങനെ കേട്ടു, അതൊക്കെ പക്ഷെ നിങ്ങളാണോ അത് ഞാനത് വിശ്വസിച്ചിട്ടില്ല, എനിക്ക് നിങ്ങൾക്ക് എന്താ പറയാനുള്ളതെന്നാണ് അറിയേണ്ടത്. അങ്ങനെ മനസ്സിലായോ? നിങ്ങളാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കേണ്ടത്. ബാക്കി ആരും നിങ്ങളുടെ പാർട്ട്ണർ എന്ത് പറഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് വിശ്വസിക്കാൻ പാടില്ല. നിങ്ങൾ നേരിട്ടാണ് കമ്മ്യൂണിക്കേഷൻ നടത്തേണ്ടത്, അല്ലെങ്കിൽ പ്രശ്നങ്ങളാണ് ഉണ്ടാവുക. മനസ്സിലായോ? മറ്റൊരാൾക്ക് നിങ്ങൾ കൺട്രോൾ കൊടുക്കുന്ന പോലെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ.
അതിപ്പോൾ നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ, ഓൾറെഡി കമ്മിറ്റഡ് ആണെങ്കിൽ ഇത് ബാധകമാണ്. കാരണം സിംഗിൾ ആയിട്ടുള്ളവർക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരാൾ വരുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ തെറ്റിദ്ധാരണ ഉണ്ടാക്കാനൊക്കെ ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ റിലേഷൻഷിപ്പ് നന്നാവോ, അല്ലെങ്കിൽ പ്രശ്നങ്ങളുണ്ടാവും അങ്ങനെ ചിന്തിച്ച് പോയി കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. നല്ല കണക്ഷൻ ആണെങ്കിൽ, നല്ല വ്യക്തിയാണെങ്കിലും അത് സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകില്ല. കാരണം നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന എനർജി നെഗറ്റീവാണ്. മനസ്സിലായോ? പോസിറ്റീവായിട്ടിരിക്കുക. വളരെ ഒരു പ്രതീക്ഷയോടെ, ഒരു വിശ്വാസത്തോടെ, നല്ല രീതിയിൽ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകുമെന്നൊരു വിശ്വാസത്തോടെ നിങ്ങൾ ആ റിലേഷൻഷിപ്പിലായിരിക്കുക. അത് സക്സസ്ഫുൾ ആയിട്ട് തന്നെ മുന്നോട്ട് പോകും. പിന്നെ നിങ്ങളും അതിലേക്ക് ഫുള്ളി ഫോക്കസ് ചെയ്യണം. ഡെഡിക്കേറ്റഡ് ആയിരിക്കുക. നിങ്ങൾ എടുക്കേണ്ട ആക്ഷൻസ്, നിങ്ങൾ എടുക്കേണ്ട എഫേർട്സ് നിങ്ങൾ എടുക്കുക. അതും നിങ്ങളോട് പറയുന്നുണ്ട്. ഓക്കെ. ഇനി നിങ്ങൾക്കുള്ള ക്യാപ്സ്യൂൾ ക്ലൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ ഈ ക്ലൂസ് എല്ലാം അറേഞ്ച് ചെയ്ത് തിരികെ വരാം. ഇതൊക്കെയാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ്. അപ്പോൾ ഈ വർഷത്തെ വിന്റർ സീസൺ തൊട്ട് അടുത്ത വർഷത്തെ സമ്മർ സീസൺ വരെയാണ് നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ ആ ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള മാറ്റങ്ങളും അതിൻ്റെ ആ ഒരു എന്താ പറയണ്ടേ, ആ ട്രാൻസ്ഫോർമേഷൻ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഷിഫ്റ്റും ഒക്കെ നിങ്ങൾ അനുഭവിക്കുക. അപ്പോൾ പ്രത്യേകിച്ച് ഈ ഓഗസ്റ്റ് മാസം തുടങ്ങുന്നുണ്ട്. ഓഗസ്റ്റ് 2025 തുടങ്ങുന്നുണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട്, കാരണം സമ്മർ സീസണും വിന്റർ സീസണും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്ക് കിട്ടിയിട്ടുള്ള മാസങ്ങൾ നോക്കാം. ഓഗസ്റ്റ്, ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ഇന്ത്യയിലാണെങ്കിൽ ഇപ്പോൾ നമുക്ക് സമ്മർ അല്ല, ഒരു മൺസൂൺ സീസൺ ആണ്. പക്ഷേ നിങ്ങളിപ്പോൾ ഒരു യൂറോപ്യൻ കൺട്രിയിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഓഗസ്റ്റ് മാസം, ജൂലൈ ഓഗസ്റ്റ് എന്ന് പറയുന്നത് സമ്മർ സീസൺ ആണ്. അപ്പോൾ അതും വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. പിന്നെ കണ്ടു, നവംബർ ജാനുവരി വിന്റർ അസോസിയേറ്റഡ് ആണ്. മാർച്ച് എന്ന് പറയുന്നത് സമ്മർ അസോസിയേറ്റഡ് ആണ്, പ്രത്യേകിച്ച് നമ്മൾ ഇന്ത്യയിലാണെങ്കിൽ. അപ്പോൾ ഈ സമ്മർ വിന്റർ കാലഘട്ടം, വിന്റർ തൊട്ട് സമ്മർ അവസാനിക്കുന്നത് വരെ ആ ഒരു സമയം വളരെ പ്രധാനപ്പെട്ടതാണെന്ന് കാണുന്നു. അത് അടുത്ത വർഷത്തിലേക്ക് കടക്കുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും അത് നിങ്ങളുടെ പ്രണയ ജീവിതവുമായിട്ട് വളരെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നതും പിന്നെ ഈ പുതിയ അധ്യായങ്ങൾ തുടങ്ങുന്നതും ഒക്കെ ഈ വിന്റർ സീസൺ, പ്രധാനമായിട്ട് വിന്റർ സീസൺ, സമ്മർ സീസൺ വരെ, വിന്റർ സീസൺ തൊട്ട് സമ്മർ സീസണിൻ്റെ ഉള്ളിലാണ്. ഓക്കെ. കംപ്ലീറ്റ്ലി ഒരു ഡിഫറെൻറ്റ് ഒരു ലവ് ലൈഫ് ആയിരിക്കും നിങ്ങളുടെ ആ ഒരു സമ്മർ സീസൺ കഴിയുമ്പോൾ. അതിൻ്റെ ഒരു തുടക്കം ഓഗസ്റ്റ് മാസത്തിലാണ് ഉണ്ടാവുന്നത്. ഓഗസ്റ്റ് മാസത്തിൽ അത് ട്രിഗറിങ് പോയിന്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം, ഉണ്ടാവുന്നു. പിന്നെ നവംബർ, ജാനുവരി, മാർച്ച് ഈ മാസങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ഒരു പ്രണയ ജീവിതവുമായിട്ട് ഉള്ള, പ്രണയ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങളുമായി ബന്ധപ്പെട്ടിട്ട്. ഓക്കെ. പിന്നെ ഞായറാഴ്ചയും തിങ്കളാഴ്ചയും നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതായിട്ട് കാണുന്നു. പ്രത്യേകിച്ച് നിങ്ങളുടെ പ്രണയ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ ഇപ്പോൾ ഭഗവാൻ ശിവനെ ആരാധിക്കുന്ന ഒരാളാണെങ്കിൽ തിങ്കളാഴ്ച വ്രതം എടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം എനിക്ക് തിങ്കളാഴ്ച എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എനിക്ക് ശിവഭഗവാനെയാണ് ഓർമ്മ വന്നത്. അതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഓൾറെഡി അങ്ങനെ ചെയ്യുന്ന ഒരാൾ, എന്താ പറയുക, അങ്ങനെ ഒരു ഭഗവാൻ ശിവനെയാണ് നിങ്ങൾ കൂടുതലായി ആരാധിക്കുന്നത് എങ്കിൽ നിങ്ങൾ തിങ്കളാഴ്ച വ്രതം, പ്രത്യേകിച്ച് നിങ്ങളുടെ പാർട്ട്ണറിന് വേണ്ടി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി പാർട്ട്ണർ ഉണ്ടെങ്കിൽ പാർട്ട്ണറിന് വേണ്ടിയിട്ട് നല്ലൊരു വിവാഹ ജീവിതം അല്ലെങ്കിൽ നല്ലൊരു കുടുംബജീവിതം മുന്നോട്ട് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട്, നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു പാർട്ട്ണറിനെ ലഭിക്കുന്നതിനും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ഈ വ്രതം എടുക്കുന്നത് നല്ലതായിരിക്കും എന്ന് കാണുന്നു. ഓക്കെ. പിന്നെ മാത്രമല്ല, ഞായറാഴ്ച എന്ന് പറയുന്നത് പരാശക്തി പ്രധാനപ്പെട്ട ദിവസമാണ്. പരാശക്തിയും മഹാദേവനും എന്ന് പറഞ്ഞാൽ അവർ പെയറാണ്. ഓക്കെ. അവർ ഡിവൈൻ കൗണ്ടർ പാർട്സ് ആണ്. അവരുടെ എറ്റേണൽ ലവ് എന്നൊക്കെ പറയുന്നത് അവരുടെ ആ ഒരു റിലേഷൻഷിപ്പാണ്. അപ്പം അതുപോലത്തെ ഒരു കണക്ഷൻ ആയിട്ട് നിങ്ങളുടെ ഇപ്പോഴുള്ള എക്സിസ്റ്റിംഗ് റിലേഷൻഷിപ്പ്, അതിൽ ടോക്സിസിറ്റി ഉണ്ടെങ്കിലല്ല ഞാൻ പറയണേ, പക്ഷെ നമുക്ക് പരിഹരിക്കാവുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ എങ്കിൽ നിങ്ങൾ കൃത്യമായി രണ്ടുപേരും എഫേർട്ട് എടുത്താൽ പരാശക്തിയും പരമശിവനും പോലെയുള്ള ഒരു ബന്ധം നിങ്ങൾക്ക് ആക്കിയെടുക്കാനായിട്ട് പറ്റും. മനസ്സിലായോ? അത് നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ അത്തരത്തിലുള്ള ഒരു ബന്ധം, അത്തരത്തിലുള്ള ഒരു പാർട്ട്ണറിനെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പം അതും ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു മെസ്സേജ് എനിക്ക് അവിടെ കിട്ടി. ഇനി പ്രധാനപ്പെട്ട തീയതികൾ എന്ന് പറയുന്നത് 5, 15, 18, 25, 26, 31. ഓക്കെ. ഈ തീയതികൾ ഈ പറഞ്ഞ മാസങ്ങളിൽ, ഈ പറഞ്ഞ സീസണിൽ വരുന്ന മാസങ്ങളിലും
വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ നിങ്ങളുടെ പ്രണയ ജീവിതവുമായി ബന്ധപ്പെട്ട്. ഇനി ഈ കാണുന്ന മാസങ്ങളിൽ അല്ലെങ്കിൽ തീയതികളിൽ നിങ്ങളുടെ ജനനമാസം ജനന തീയതിയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ഈ 2 ആഴ്ചകളിൽ നിങ്ങളുടെ ജനിച്ച ആഴ്ച ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അത് എക്സ്ട്രാ കൺഫർമേഷൻ ആണ്. ഇത് നിങ്ങളുടെ റീഡിംഗ് നിങ്ങളുടെ ഗ്രൂപ്പ് തന്നെയാണ് എന്നുള്ളതിന് ഒരു എക്സ്ട്രാ കൺഫർമേഷൻ ആണ് കേട്ടോ. അത്രേ ഉള്ളൂ. ഇനി ഏരീസ് സ്പൈസീസ് സാജിറ്റേറിയസ് പ്ലേസ്മെന്റ് നിങ്ങളുടെ ബർത്ത് ചാർട്ടിൽ സൺ മൂൺ റൈസിംഗ് പ്ലേസ്മെന്റ് ആയിട്ട് ഒന്നില്ലെങ്കിൽ ഏരീസ് സ്പൈസീസ് അല്ലെങ്കിൽ സാജിറ്റേറിയസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ പേരിൽ നിങ്ങളുടെ ഫസ്റ്റ് നെയിമിൽ XWOJ എന്ന ലെറ്റേഴ്സ് ഉണ്ടാകാനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ലെറ്റേഴ്സ് നിങ്ങളുടെ ഫസ്റ്റ് നെയിം മിഡിൽ നെയിം ലാസ്റ്റ് നെയിം ഇനീഷ്യൽ ആകാനോ സാധ്യതയുണ്ട്. ഇത്രയുമാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ്. ഇതാണ് നിങ്ങളുടെ റീഡിംഗ് ഗ്രൂപ്പ് 3. ഈ റീഡിംഗിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ക്ലാരിറ്റിയും നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസും ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകാന്ത ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കുക. മറ്റൊരു റീഡിംഗിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ നിർത്തുന്നു. നിങ്ങൾക്കെല്ലാ നന്മകളും നേരാണ്. താങ്ക്